നിങ്ങളൊരു വീട്ടിൽ കയറുമ്പോൾ, ഒരു പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ, ഒരു വ്യക്തിയുടെ അരികിൽ ചെല്ലുമ്പോൾ അശുദ്ധാത്മാക്കൾ വിറയ്ക്കണം, ദുരാത്മാക്കൾ വിട്ടുപോകണം, കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. ഇവിടെ എല്ലാം നിൽക്കുമ്പോൾ, ഈ ശുശ്രൂഷകളിലെല്ലാം നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ രണ്ട് കറേജസ്, രണ്ട് കോൺഫിഡൻസ്, അല്ലെങ്കിൽ മാനുഷികമായ രണ്ട് ഉറപ്പുകളുണ്ട്. ഒന്നാമത്തെ ഉറപ്പ് യേശു പറഞ്ഞതാണ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, ഹി ഹാസ് അനോയിന്റഡ് മീ. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സെക്കൻഡ് തിങ്, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ വായി തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. എ പ്രേയിങ് ചർച്ച്, പ്രേയിങ് ചർച്ച്. ഇത് രണ്ടുമാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാണ്. ഒന്ന്, ദൈവം എന്നെ വിളിച്ച് അഭിഷേകം ചെയ്തു, അവൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേളിലുണ്ട് എന്ന എൻ്റെ ഉറപ്പ്. രണ്ട്, ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനയിൽ കവർ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട് എന്ന ഉറപ്പ്. അഗൈൻ ഞാൻ നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ചെറിയൊരു കാര്യത്തിലല്ല നിൽക്കുന്നത്. നിങ്ങൾ കണ്ട ചെറിയൊരു ഭാഗം, ചെറിയ യുദ്ധം അല്ലായിരുന്നത്. നൂറുകണക്കിന് അശുദ്ധാത്മാക്കൾ കൂട്ടത്തോടെ ഇളകി ഫ്രണ്ടിൽ വന്ന് നിന്ന് അവർ നിലവിളിക്കുന്നു, അവർ അസ്വസ്ഥരാകുന്നു. അപ്പോൾ ഓർക്കണം, പിശാചിന് എത്രത്തോളം അവിടെ പ്രഹരമേറ്റു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകളിൽ നമ്മൾ ഒരാളെ കർത്താവിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. ഒരാളുടെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ ഭൂതങ്ങളെ പുറത്താക്കി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മേളിൽ നിൽക്കുന്ന എല്ലാ ഡാർക്ക്നെസ്സിനെയും കർത്താവ്, നമ്മളല്ല ചെയ്യുന്നത്, ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അത് ദൈവം നമ്മളെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കരടിയുടെ വായിൽ നിന്ന് ദാവീദ് തൻ്റെ ആടിനെ വലിച്ചെടുക്കുമ്പോൾ ദാവീദിനെയാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതെങ്കിലും കരടി പിന്നീട് തിരിച്ചു ചെല്ലുന്നത്, വൈരാഗ്യത്തോടെ തിരിച്ചു ചെല്ലുന്നത് ദൈവത്തിൻ്റെ അടുത്തോട്ടല്ല, ദാവീദിൻ്റെ അടുത്തോട്ടാണ്. പക്ഷെ അവിടെയും അതിനെ വലിച്ചു കീറാൻ, അതിനെ നിലംപരിച്ചാക്കാനുള്ള ദൈവശക്തി ദൈവം പകരും എന്നതിൽ സംശയമില്ല. അപ്പൊ നമ്മള് മറ്റൊരു ഡാർക്ക്നെസ് നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തോടാണ് പടവെട്ടുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിനക്കൊക്കെ എന്നാടാ പണിയെന്ന്. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ചെയ്യുന്ന പണി നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. ഒരു കാരണവശാലും ചെയ്യാൻ പറ്റൂല. ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത, ദൈവം അതിനുവേണ്ടി അഭിഷേകം ചെയ്ത, ദൈവം അതിനുവേണ്ടി ഓർഡർ ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ആമേൻ. ഗോഡ് ഈസ് ഗുഡ്. ഞാൻ രാവിലെ നമ്മൾ ആരാധനയ്ക്ക് വർഷിപ്പിലോട്ട് കയറുന്നതിന് മുമ്പ്, ഇന്ന് രാവിലെ നമ്മൾ പറയത്തില്ല, രാവിലെ എഴുന്നേറ്റപ്പം ബൈബിൾ തുറന്നപ്പം ദൈവം ഇടപെട്ട വാക്യം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ എനിക്കും ഇന്ന് രാവിലെ ഉണ്ടായി. മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ച വേദഭാഗം, ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം. നമ്മൾ അതിൻ്റെ ആ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് കുറച്ച് നേരം ദൈവത്തെ വർഷിപ്പ് ചെയ്ത് ഒരു ഡെലിവറൻസ് സെഷനിലേക്ക് ഇന്നത്തെ മീറ്റിംഗ് പോകും. ഓക്കെ, കർത്താവ് എല്ലാം ചെയ്യട്ടെ. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു നാൾ, നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്കു കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ തൻ്റെ അരികിൽ വന്ന് തന്നോട് സംസാരിക്കുമ്പോൾ, ആ നാഥാൻ പ്രവാചകനോട് ദാവീദ് ഒരു സങ്കടം പറയുകയാണ്, ഒരു പ്രയാസം, തൻ്റെ മനസ്സിലുള്ള ഒരു ദുഃഖം പറയുകയാണ്. അതിങ്ങനെയാണ്, ഞാൻ നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, ഞാൻ നല്ല ഫെസിലിറ്റിയിൽ താമസിക്കുമ്പോൾ, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുമ്പോൾ, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴിലിരിക്കുന്നു. അപ്പോൾ അന്ന് ഇവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരാലയം ഉണ്ടാകണം, ഒരു ചർച്ച് ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ചർച്ച ഉണ്ടാകണം. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകണമെന്നുള്ളത്. ആ വിഷമം, ആ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എല്ലാവർക്കും ആ വിഷമം ഉണ്ടാകത്തില്ല. അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, എല്ലാവർക്കും ആ വിഷമം ഉണ്ടാകത്തില്ല പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവ ഹൃദയത്തെ ക്യാരി ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നല്ല വീട്ടിൽ, ദേവദാരു കൊണ്ടുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഇതിൽ കിടന്നിട്ട്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം ഒരു തുണി കൊണ്ട് മറച്ച തിരശ്ശീലകൾക്കപ്പുറത്ത് ഒരു സംവിധാനം ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്.
അന്ന് രാത്രിയിൽ 2-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്, നാഥാൻ ദാവീദിനോട് നിന്റെ താല്പര്യമൊക്കെയും ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ നാഥാൻ പ്രവാചകന് ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായി. നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാനൊരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്നും കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ചപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്നൊരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നോക്കി ദൈവം, നമ്മൾ ഈ കൊച്ചു പിള്ളേരൊക്കെ പറയത്തില്ലേ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? എനിക്ക് ശ്രദ്ധിച്ചോ, വാക്ക് ശ്രദ്ധിച്ചോ? അല്ലല്ലോ, ഞാൻ ഇന്ന് വരെ എൻ്റെ വിഷമം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? നിങ്ങളിവിടെ ഉണ്ടോ? അതുപോലെ ദൈവം പറയാ, ഞാൻ ഇത്രയും നാൾ നിങ്ങൾ കൂടാരം മാറ്റി മാറ്റി അടിച്ചപ്പോൾ നിങ്ങളോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ദേവദാരു കൊണ്ടുള്ള ഒരു ആലയം പണിഞ്ഞു തരണമെന്ന്? നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ദൈവം എല്ലാവരോടും പറയത്തില്ലെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഇത് സത്യമാണ്, ഇതെല്ലാവരോടും പറയത്തില്ല. ഇത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദുമാരോടെ ദൈവം പറയത്തുള്ളൂ. എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നാടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വരുന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സകല ശത്രുക്കളുടെ മുൻപിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ സകല ശത്രുക്കളെ നിന്റെ മുമ്പിൽ ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. ദാവീദ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്, ഞാൻ അരമനയിൽ വസിക്കുമ്പോൾ, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുമ്പോൾ എൻ്റെ കർത്താവിന് ഒരാലയം പണിയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ദൈവം വസിക്കേണ്ടതിന്, ദൈവം നിവാസമാകേണ്ടതിന്. ഇത് നിങ്ങൾ ചിന്തിക്കരുത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പണിയുന്ന ആലയം ഈ ഒരു കോണ്ടസ്റ്റിൽ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പണിയുന്നത് ഒരുപക്ഷെ ഒരു ചർച്ച എന്നുള്ളതിനപ്പുറമായി, അല്ലെങ്കിൽ ഒരു ജനത്തിന് വന്ന് ആരാധിക്കാനുള്ള ഒരു ഇടം, അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച്, അല്ലേ? ഒരു ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ജനത്തിന് വന്ന് ആരാധിക്കാൻ, ഒന്നിച്ച് ഗ്യാദർ ചെയ്യാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു സ്ഥലം വേണം നമുക്ക്. യേശു കർത്താവും പറഞ്ഞു, അപ്പോൾ മീനും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, പുരുഷാരത്തെ പന്തി പന്തിയായി ഇരുത്തുവീൻ, അല്ലേ? അവരെ ഇരുത്താൻ ഒരു സ്ഥലം. എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല, വീട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവീൻ. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ കർത്താവിന് ചെയ്തുകൂടായിരുന്നു? ദൈവം ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് അതോ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തുകൂടായിരുന്നു? പക്ഷേ അത് കർത്താവല്ല ചെയ്ത്, അത് ശിഷ്യന്മാർക്ക്, തൻ്റെ മക്കൾക്ക് ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ അത് കണ്ടെത്തണം, നിങ്ങളത് സെറ്റപ്പ് ചെയ്യണം. അങ്ങനെ അവർ പുറപ്പെട്ടപ്പോൾ എതിർവഴിയായ ഒരു കുടം വെള്ളവുമായ ഒരു മനുഷ്യൻ എതിർപ്പെട്ടു. അവൻ അവർക്ക് വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു കൊടുത്തു. അവരവിടെ കർത്താവുമായി പെസഹ ആചരിച്ചു. അപ്പം ഒന്നിച്ച് കർത്താവിൻ്റെ മേശ എടുക്കാൻ, ഒന്നിച്ച് ആ ഒരു ഫെസിലിറ്റി ഉണ്ടാകേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഇപ്പം ശരിക്കും കൊച്ചിയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഒരുക്കിയത് കൊണ്ടല്ലേ നമുക്കൊന്നിച്ച് ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടായത് കർത്താവ് തന്നോണ്ടല്ലേ നിങ്ങൾക്ക് അത് യാത്ര ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ചുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മുടെ പക്കലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവ് നന്നായി നടത്തുന്നു. അറ്റ് സെയിം ടൈം ഇൻ ഓപ്പോസിറ്റ് സൈഡ്, ആ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം നമുക്ക് വേണം. അവന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് പോലെ ചെയ്യണമെന്നുള്ള ഒരു സന്തോഷം, അതൊരു സന്തോഷമാണ്. ചേർന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. ചേർന്ന് ആമേൻ പറയാമോ? ഹല്ലേലൂയ. കാരണം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവീൻ. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ കൊടുക്കട്ടെ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ കണ്ടീഷൻ? ആ ടി വിയിൽ നോക്കിയേ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ കണ്ടീഷൻ? ആണ് ഈ മുഖത്തോടെ ഇരിക്കല്ല, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്,
സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഒന്ന് കരം അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷമില്ല അതാ പറഞ്ഞത്. ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കണം. എനിക്ക് ഇന്നലെ ഞാനും പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നിയും കൂടെയുള്ള പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യണം. ഒരു അരമണിക്കൂർ കേട്ടോ. നിങ്ങൾ വണ്ടി പോകുമ്പോൾ എങ്ങനെയും കേട്ടാൽ മതി. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു ടോക്കാണത്. ശരിക്കും അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ കരുതിയിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ മറന്നതുപോലൊക്കെ കാണിച്ചാൽ അങ്ങേർക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. പുള്ളി ചുമ്മാ മറന്നതുപോലൊക്കെ കാണിക്കുന്ന അങ്ങേരുടെ ഹൃദയത്തിൽ, അയാളുടെ മനസാക്ഷിയിൽ അയാൾക്ക് അറിയാം നിങ്ങൾ നന്മയാണ് ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര അധികമായിരിക്കും. ദൈവം എത്ര അധികമായിരിക്കും. എനിക്കങ്ങനെ പറയാനാണെങ്കിൽ 100 അനുഭവങ്ങളാണ്. 100 അനുഭവങ്ങളാണ്. പറയാൻ ഒത്തിരി ഉണ്ട്. ഒരു കുഞ്ഞു കാര്യം പറയാം, വലിയ കാര്യം പറയാം, ഒരു ചെറിയ കാര്യം പറയട്ടെ. വലിയ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോയാലോ. ഒരു കുഞ്ഞു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെറ്റ് ഷോപ്പിൽ നിൽക്കുകയാണ്. ഒരു പെറ്റ് ഷോപ്പിൽ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഒരു സഹോദരൻ മനു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്. ആ പെറ്റ് ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു മോൻ, ഒരു കൊച്ചു മോൻ, നമ്മുടെ ഭാഷ ഒരു പാവം കുഞ്ഞ്, ആ കടയിൽ വന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു 100 രൂപ അവൻ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 100 രൂപ അവൻ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, അങ്കിളെ, കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ആ ഫിഷ് ഫുഡ് തരാമെന്ന് ചോദിച്ചു. കൃത്യം ആ ഫിഷ് ഫുഡിന് 100 രൂപയായിരുന്നു. മനസ്സിലാകുന്നു. അവൻ ആ ഫിഷ് ഫുഡ് 100 കൊടുത്ത് മേടിച്ചു. എന്നിട്ട് അവന് അവിടെ ബെറ്റ ഫിഷ്, എന്താ പറയുന്നത്, ഫൈറ്റർ ഫിഷ് അല്ലേ, ആ ഫിഷ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അതിനകത്തൊരു ഫിഷിനെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനപ്പുറത്ത് വേറെ എൻ്റെ ഡോഗ്സിനുള്ള ഫുഡ് മേടിക്കാൻ കയറിയതാണ്. അപ്പം ഞാനത് നോക്കി അതെടുത്ത് വണ്ടിയിലോട്ട് വെക്കാൻ തരാം. ഈ പയ്യൻ ഇതിങ്ങനെ അയാളോട് ചോദിക്കും, ഇതിന് എത്ര രൂപയാണ്? അപ്പോൾ പുള്ളി ഒരു വില പറഞ്ഞു. ഇത്രയും പൈസ എൻ്റെ ഇല്ല അങ്കിളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവൻ ചെറുക്കൻ്റെ പൈസ ഇല്ല. അവൻ പിന്നെ അതിനകത്ത് നോക്കുക. ഞാൻ തിരിച്ച് കയറി വന്നിട്ട് ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴാണ് പയ്യൻ ആരാന്ന്, കൊച്ചൊരു പയ്യൻ. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനി മീനെ ഇഷ്ടപ്പെട്ടോ? അവൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഒന്നുമില്ല, ഒരു ചെറിയ കാര്യമാണ്, ഈ ഫിഷിനെ കുഞ്ഞിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അതിന് ചെറിയ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതും കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കാരണം ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ചെറുത്, ഇതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ വണ്ടി കയറിയപ്പോൾ വണ്ടി ഓടിക്കുന്ന എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ആ കൊച്ചൻ ഇതവൻ്റെ ആയുസ്സിൽ മറക്കത്തില്ല. മറക്കോ മറക്കാതിരിക്കും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ആ കുഞ്ഞ് 2 തവണ എന്നോട് പറഞ്ഞു, താങ്ക് യു. ഞാൻ ഭാഷാന്നൊന്നും പുള്ളിക്ക് കൊച്ചിന് അറിയത്തില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞു, ഒരു താങ്ക് യു വേണം, മോൻ വെച്ച ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. പക്ഷെ ആ സഹോദരൻ എന്നോട് പറഞ്ഞ വാക്കാണ് എന്നെ ടച്ച് ചെയ്ത്. ആ കുഞ്ഞ് എത്ര വളർന്നാലും അവനിത് മറക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിനും തൻ്റെ നാമത്തിനും വേണ്ടി നിങ്ങൾ ചെയ്തത് ഈ ദൈവം മറക്കുമോ? ദൈവം മറക്കുമോ? ഒരിക്കലും ഇല്ല. മനുഷ്യൻ എന്നെ ഓർക്കുന്നതോ മറക്കുന്നതോ അല്ല എൻ്റെ വിഷയം. അവർ ഓർക്കുവോ മറക്കുവോ എന്തോ ചെയ്യട്ടെ, പക്ഷെ എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നതാണ് എൻ്റെ അനുഗ്രഹം. എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നതാണ് എൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറയാമോ? സന്തോഷത്തോടെ, ഇതിനകത്തൊരു വലിയ ജോയ്, വലിയൊരു സന്തോഷം. ഒരാളെ സഹായിക്കുന്നത്, കൊടുക്കുന്നത്, ഒരു വീട് വെച്ച് കൊടുക്കുന്നത്, ചർച്ചിൻ്റെ ആവശ്യങ്ങൾ കൊടുക്കുന്നത്, ഒരു ഫുഡ് കൊടുക്കുന്നത്, ഇതിനകത്തൊക്കെ വലിയൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഈ സ്വോത്രകാഴ്ചയുടെയൊക്കെ സമയമാകുമ്പോൾ എന്തോ പണി കിട്ടിയ പോലെ ഇരിക്കരുത്. ചേർന്ന് ആമേൻ പറഞ്ഞാൽ, കർത്താവ് എനിക്ക് ഇതിനുള്ള ഒരു യോഗ്യത ദൈവം തന്നല്ലോ, ഞാൻ എന്ത് യോഗ്യനാണ് ഇതിനകത്ത്, എനിക്കിതിനകത്ത് എന്ത് അർഹതയുള്ളത്? ചേർന്ന് ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. 8ാമത്തെ വാക്യത്തിൽ വേർഡ് 8 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അതിന് എനിക്കൊരു കാര്യം മനസ്സിലായി, സന്തോഷത്തോടെ കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു വാക്യോടെ വായിപ്പിച്ചോട്ടെ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകം 44-ാം അധ്യായം 30-ാം വാക്യം. എസെക്കിയേൽ 44-ന്റെ 30-ാം വാക്യം. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം പറയുന്നത്, നിന്റെ വീടിൻ്റെ മേൽ അനുഗ്രഹം വരുത്തേണ്ടത്. നിങ്ങൾക്ക് ബൈബിൾ എടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടെലിവിഷനിലും കൃത്യമായ ബൈബിൾ തന്നെയാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കാം. നിന്റെ വീടിൻ്റെ മേളിൽ അനുഗ്രഹം വരുത്തേണ്ടതിന്
അനുഗ്രഹം വരേണ്ടതിനല്ല, അനുഗ്രഹം വരുത്തേണ്ടതിന്. നിങ്ങളുടെ തിരുമാവിന്റെ ആദ്യ ഭാഗം നിങ്ങളുടെ പുരോഹിതന്, നിങ്ങളുടെ ശുശ്രൂഷകന്, നിങ്ങളുടെ ദൈവദാസന്, നിങ്ങളുടെ മീതെയുള്ള അഭിഷേകന്, അല്ലെങ്കിൽ ഹു ഈസ് ലീഡിങ് യു, നിങ്ങൾ കൊടുക്കണം. എന്തിനു കൊടുക്കണം? അപ്പം ഞാനിത് വായിച്ചപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ പഴയ നിയമ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെ കണ്ടാൽ നമുക്ക് ഈ മലയാളി മൈൻഡ് സെറ്റിൽ കൊടുക്കാൻ തോന്നത്തില്ല. അങ്ങനെയാണ് മലയാളിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പുരോഹിതന്മാരെ കണ്ടാൽ. കാരണം അവരുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പ് നൂൽ, മൊത്തം ഉടുപ്പിനകത്തെല്ലാം ഡയമണ്ട്സാ. ആ പീതരത്നം, മാണിക്യം എന്ന് പറഞ്ഞ ഡയമണ്ട് അല്ലേ? അല്ലയോ? മാണിക്യം, വജ്രം അതിന്റെ മേളിലല്ലയോ? അതിന്റെ മേളില പീതരത്നം ഡയമണ്ട് അല്ലയോ? അല്ല, വജ്രം, പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പ് നൂല്, പിന്നെ ബ്യൂട്ടിഫുൾ ഡ്രസ് കോഡ് അവരുടെ പുരോഹിതന്മാരൊക്കെ. ഈ മൽക്കീസേദേക്ക് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട് പഴയ നിയമത്തിൽ. വാവ്! ആ മൽക്കീസേദേക്കിന്റെ കയ്യിലായിരുന്നു അബ്രഹാം തന്റെ ദശാംശം കൊണ്ട് കൊടുക്കുന്നത്. ആ മൽക്കീസേദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുമായിരുന്നു. ചേർന്ന് രാമീൻ പറഞ്ഞാൽ ബൈബിൾ പറയുന്ന വിശ്വാസികൾ എത്ര അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. വിശ്വാസികൾ എത്ര? അബ്രഹാമിന്റെ വിശ്വാസികളെല്ലാം കൈ ഉയർത്തി കാണിച്ചാട്ട്. അബ്രഹാമിന്റെ മക്കളുമാരെല്ലാം കൈ ഉയർത്തി. അറ്റ്ലീസ്റ്റ് അപ്പൻ ചെയ്തതെങ്കിലും ചെയ്യണം. പുള്ളി കൃത്യമായിട്ട് ടൈത്ത് കൊടുക്കുമായിരുന്നു. ആരാ? അബ്രഹാം. ഹല്ലേലൂയ. കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്കുള്ള നന്മയിൽ നിന്ന് താനത് ചെയ്യുമായിരുന്നു. സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു. കൊടുക്കുന്ന കാര്യത്തിൽ അബ്രഹാം മുൻപിലായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ ദൈവം പറഞ്ഞത്, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായ കൊണ്ട്, കൊടുക്കാനുള്ള മടി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വേർഡുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു ദൈവാനുഗ്രഹങ്ങളും കുറുക്കു വഴികളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞാട്ടെ, ദൈവത്തെ പറ്റിക്കാൻ പറ്റൂല. പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കിയ ഒരാളുണ്ട് ബൈബിളിൽ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയാം, മാന്യ യാക്കോബ്. ദൈവത്തെ കബളിപ്പിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ നോക്കിയ ആളാണ് യാക്കോബ്. പക്ഷെ എങ്ങും എത്തിയില്ല. ഹല്ലേലൂയ. എങ്ങും എത്തിയില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി ദേശവും നാടും എല്ലാം വിട്ട് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു ഗോവേണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഈ മനുഷ്യൻ കണ്ടു. ആ ഉറക്കം ഉണർന്നിട്ട് യാക്കോബ് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചു. അവനൊരു കല്ലെടുത്ത് നാട്ടി അതിന്റെ മേൽ എണ്ണ ഒഴിച്ച് ഒരു ഓൾട്ടർ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്നോട് പറഞ്ഞു, ഇനി മുതൽ ഇവിടം തൊട്ട് അങ്ങോട്ട് ഇനി മുതൽ എനിക്ക് എൻ്റെ ദൈവം തരുന്ന എല്ലാത്തിലും ഞാൻ ദശാംശം കൊടുക്കും. ഹല്ലേലൂയ. യാക്കോബ് അങ്ങനെ ഒരു ഉടമ്പടി ദൈവത്തോട് ചെയ്തു. അടുത്ത മൂമെന്റുകളിൽ, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലാബാന്റെ ആടുകൾ ചനയേൽക്കാതിരിക്കുമ്പോൾ യാക്കോബിന്റെ ആടുകൾ ചനയേൽക്കുകയും അവനെ ദൈവം വർദ്ധിപ്പിച്ച് ഞാൻ വീണ്ടും പറയുന്നു, യഥാർത്ഥമായി ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ആമീൻ പറയാമോ? യഥാർത്ഥമായി ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യണം. അബ്രഹാമിന്റെ വിശ്വസ്തതയും ദൈവത്തോടുള്ള സ്നേഹവും മോറിയ മൗണ്ടനിൽ അബ്രഹാം പ്രൂവ് ചെയ്തു. ശരിക്കും ചില ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയാവോ? അവർക്കൊരു നന്മ ഉണ്ടാകുമ്പോഴാണ്. ഹല്ലേലൂയ. ചില ആളുകൾ ഇപ്പം എല്ലാവരും അല്ലെ, കൊച്ചിയിലുള്ളവരൊന്നും അല്ല, ദൂരെയൊക്കെ ഉള്ളവർ ഈ വലിയ പാവമായിട്ട് ഇങ്ങനെ പമ്മി പതുങ്ങിയൊക്കെ വളരെയായിട്ട് ഇരിക്കുന്നത് ഭയങ്കര പ്രശ്നത്തിലായോണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കൈ വലിയ പൈസയൊന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടി പോകുന്നതുകൊണ്ട് ആൾ ഭയങ്കര സബ്മിസീവായിരിക്കുന്നത്. എന്നാൽ ദൈവം ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പം, അവരെ ബ്ലസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും മറന്നു കളയും, അല്ലല്ലേ? പിന്നെ കണ്ട പരിചയം പോലും കാണിക്കൂല. ചേർന്ന് രാമീൻ പറയാമോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. കാരണം ബൈബിൾ പറയുന്നത്, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. താഴ്മയുള്ളവർ. എത്ര ദൈവം നിങ്ങളെ, ഞാൻ വീണ്ടും ഈ വാക്ക് ആവർത്തിക്കാം, ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നാൽ, മക്കളുള്ളവർ ഇവിടെ ഉണ്ട്, മക്കളില്ലാത്തവർക്ക് ദൈവം തലമുറകളെ കൊടുക്കട്ടെ. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വേണം, ഈ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് വളർത്താൻ തന്നതാ, ഈ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെയാണ്. ഈ കുഞ്ഞിനെ, ഈ മോനെ, ഈ മോളെ ദൈവം എനിക്ക് വളർത്താൻ തന്നതാ. ബേസിക്കലി ഈ കൊച്ച്, ഈ മകൾ എൻ്റെ ദൈവത്തിൻ്റെയാണ്. ഹല്ലേലൂയ. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എൻ്റെ ദൈവം എനിക്ക് തന്നതാ.
എൻ്റെ ഭവനം ദൈവം എനിക്ക് തന്നതാ. ഞാൻ കഴിച്ച ആഹാരം എൻ്റെ ദൈവം എനിക്ക് തന്നതാ. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എൻ്റെ ദൈവം എനിക്ക് തന്നതാ. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ. ഈ കഴിഞ്ഞ ഒരാഴ്ച അധ്വാനിക്കാൻ, ജോലി ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാൻ ബലം തന്ന കർത്താവിനൊന്ന് കരമടിച്ചെന്ന്, നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ. പക്ഷേ എഗസ്കേൽ കൃത്യമായി പറയുന്നു, ഈ വാക്കിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. കൃത്യമായി പറയുന്നു, നിന്റെ വീടിന്റെ മേളിൽ അനുഗ്രഹം വരുത്തേണ്ടതിന് കൊടുക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് കണ്ട് സന്തോഷിക്കണം. നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ മാറണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുന്നു, എൽ ഷദായ് ചർച്ചിൽ ഒരു കുടുംബത്തിൽ പോലും ഒരു ശൂന്യത ഉണ്ടാകരുത്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു ശൂന്യത ഉണ്ടാകരുത്, പ്രയാസം ഉണ്ടാകരുത്. സാരഫത്തിലെ വിധവയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ ക്ഷാമം മാറ്റാൻ, അവളുടെ പ്രശ്നം പരിഹരിക്കാൻ, അവളുടെ വിശപ്പ് മാറാൻ, അവളുടെ കുടുംബത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകാൻ പ്രോഫറ്റ് എലൈജ എന്തോ ചെയ്തേ? പ്രവാചകനായ ഏലിയാവ് എന്തോ ചെയ്തേ? അവളോട് പറഞ്ഞു, നീ എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാൻ. പിന്നെ അവളോട് പറഞ്ഞു, നീ എനിക്ക് കഴിക്കാൻ 2 അടയും കൂടെ ചുട്ടുകൊണ്ട് വരാൻ. അവൾ പറഞ്ഞു, യജമാനനെ, എൻ്റെ കയ്യിൽ 1 പിടി മാവും അല്പം എണ്ണയും 2 വിറകും അല്ലാതെ എൻ്റെ പക്കലൊന്നുമില്ല. പറഞ്ഞു, 1 പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. ഈ പുള്ളിക്കാരി പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ലിമിറ്റേഷനാണ്. 2 വിറക്, 1 പിടി മാവ്, അല്പം എണ്ണ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് സോഴ്സേ അവളുടെ കയ്യിലുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അതുകൂടെ തീർന്നാൽ എല്ലാം തീർന്നു. പക്ഷെ ആ ലിമിറ്റഡ് സോഴ്സിനെ അൺലിമിറ്റഡ് ആക്കാൻ ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ, ഒന്നുകൂടെ പറയാം, ആ ലിമിറ്റഡ് സോഴ്സ് അൺലിമിറ്റഡ് ആകാൻ ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ ആദ്യം നിർദ്ദേശിച്ചത് കൊടുക്കാനാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി. ലിമിറ്റഡ് സോഴ്സ്. This is very important thing. This is a biblical fact. I am preaching Bible. I am preaching and I am teaching Bible. How many people believing this word of God? How many people are standing with this word of God here? അവര് മാത്രം ഇത് അനുസരിച്ചാൽ മതി. അവര് മാത്രം ഇത് എടുത്താൽ മതി. I am not concerned about any other people here. Please be saved. This is very important thing. Hallelujah. നിങ്ങളുടെ ജീവിതത്തിലെ ലിമിറ്റേഷനെ ദൈവത്തിന് പൊളിക്കണം. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൂടെ അത് വെളിപ്പെടണം. എൻ്റെ ജീവിതം, ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പലരുടെയും ജീവിതം പരിശോധിച്ചാൽ അവർ പറയും അവരെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെ. ഈ എന്നെ ഒന്ന് നോക്കിയാട്ടെ. ഈ ചിലർക്ക് എത്ര ഉണ്ടെങ്കിലും അവരെത്ര കൂട്ടി വെച്ചാലും അവർക്ക് ഒന്നും ഇനഫാകത്തില്ല. അവർക്കൊന്നും സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റത്തില്ല. പലർക്കുള്ള അനുഭവമാണ്. അവർക്കൊന്നും ഇനഫാകുന്നില്ല. ഇപ്പോഴും അവരുടെ അകത്തൊരു എംപ്റ്റിനെസ് നിൽക്കുവാണ്. അതിൻ്റെ കാരണം, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ നമ്മൾ പോലും അറിയാതെ അവകാശം പറയുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. ചോർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവമാണ്, കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു നിഴൽ പോലെ, ഒരു ഷാഡോ പോലെ നിങ്ങളിൽ പലരെയും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെയാണ് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. മലാക്കി 3:11. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയത്തില്ല. പറമ്പിലെ മുന്തിരി വള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല. ഇത് പറഞ്ഞതൊരു പ്രവാചകനല്ല, ഇത് പറഞ്ഞത് മോശയല്ല, ഇത് പറഞ്ഞത് ഏലിയാവല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Are you listening me? Yes. മുന്തിരിയുടെ ഫലം മൂക്കാതെ എന്ന് വെച്ചാൽ പലർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ കറക്റ്റ് വേർഡ്. അതാണ്. ഒരു മാവിനകത്ത് മാവ് പൂത്തു, കുഞ്ഞു മാങ്ങ ഉണ്ടായി. അത് നമ്മൾ സ്വപ്നം കാണുകയാണ്, അത് വലുതാവും, അത് പഴുപ്പിക്കും, കഴിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊരു പരുവം എത്താതെ പൊഴിഞ്ഞു പോവുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവം ആ വിഷയത്തെ, ഇത് 11-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? അങ്ങനെയാണെങ്കിൽ തൊട്ട് മേളിൽ 10-ാമത്തെ വാക്യം വായിക്കണം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവീൻ. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. ഈ ഒരു തീരുമാനം എടുക്കുന്ന, ഇതിൽ സ്റ്റാൻഡ് ചെയ്യുന്നവരോട് പറയുന്നു, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയില്ല. പറമ്പിലെ മുന്തിരിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. Hallelujah. It's a Bible. ഇതൊരു ഒബീഡിയൻസ് ആണ്. ആ ഒബീഡിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. Hallelujah. Hallelujah. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ലോഡ് ഓഫ് തിങ്സ്. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് ഒത്തിരി ജീവിതങ്ങളിൽ ഒരു അബണ്ടൻസ് വെളിപ്പെടും.
എന്നുവെച്ചാൽ ഈ നമ്മുടെ കഴിവുകൊണ്ട് പിടിച്ചെടുക്കുന്നതും നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു കാര്യം ദൈവം നമുക്ക് നേടിത്തരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ നമ്മുടെ കൈ കൊണ്ട് വാരിയാൽ അത് കുറഞ്ഞു പോകും. പക്ഷെ ദൈവത്തിന്റെ കൈ നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ അത് കുറഞ്ഞു പോകത്തില്ല. ഞാനൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നടന്ന ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അപ്പനും അമ്മയും ഡോക്ടേഴ്സ് ആ കൊച്ചിനെയും കൊണ്ട് അവരെ തുണി മേടിക്കാൻ പോയി. 4 വയസ്സുള്ള ഒരു കൊച്ചു മകളാണ്, 3.5 വയസ്സ് 4 വയസ്സുള്ള ഒരു കൊച്ചുമകൾ. തുണി എടുക്കാൻ പോയ സമയത്ത് ഈ അപ്പനും അമ്മയും തുണി എടുക്കുമ്പോൾ ഈ കുഞ്ഞ്, ഈ 4 വയസ്സിന് താഴെയുള്ള മോള് ഈ ഷോപ്പിലെല്ലാം ഓടിക്കളിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ്റെ ആ കൗണ്ടറിൽ ഈ ബോട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ചേഞ്ച് ഇല്ലാതെ കൊടുക്കാനില്ലാതിരിക്കും മിഠായി വെച്ചേക്കും. അപ്പോൾ 2 ബോട്ടിലിൽ മിഠായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ആ മിഠായി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആ ലേഡി, ആ കൗണ്ടറിൽ, ക്യാഷ് കൗണ്ടറിൽ നിന്ന ലേഡി ആ അടപ്പ് തുറന്നിട്ട് ആ മിഠായിയുടെ ടിന്ന് ആ കൊച്ചിന് മുമ്പിൽ തുറന്നു കാണിച്ചു. ആ കൊച്ചു ഭയങ്കര ആർത്തിയോടെ സന്തോഷത്തോടെ കൈയിട്ട് കുത്തിന് വാരി. പക്ഷെ കുഞ്ഞു കൈയല്ലേ, 2 മിഠായി കയറിയോളും, 2 മിഠായി. അതുകൊണ്ട് അവൾ ഓടി. ഒരു 5 മിനിറ്റിനകത്ത് കഴിച്ചിട്ട് പിന്നെയും തിരിച്ചു വന്നു, പിന്നെയും ചൂണ്ടി. പിന്നെ ആ ലേഡി, ആ സഹോദരി ആ മിഠായിയുടെ ടിന്ന് തുറന്ന് കാണിച്ചു. അവൾ ഭയങ്കര സന്തോഷത്തോടെ അവളുടെ കൈയിട്ട് വാരി. 2 മിഠായി പിന്നെയും കയറിയോളും. ആ കുട്ടി വീണ്ടും പോയി. അവളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കൗണ്ടറിന് മുമ്പിൽ വന്നപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് മാനേജർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ മാനേജർക്ക് മനസ്സിലായി ഈ കുഞ്ഞിന് ഈ മിഠായി ഇഷ്ടപ്പെട്ടെന്ന്. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ മിഠായിയുടെ ടിന്ന് തുറന്നിട്ട് ആ മനുഷ്യൻ്റെ കൈ, ആ വലിയ കൈ, അതിനകത്തോട്ട് ഇട്ടിട്ട് കുത്തിന് വാരി. എന്നിട്ട് ഈ കുഞ്ഞിന് കൊടുത്തു. അവളുടെ 2 കൈയും നിറഞ്ഞു. അവൾ പാവാട ഇങ്ങനെ പിടിച്ചു, പാവാടയും നിറഞ്ഞു. അനങ്ങാൻ മേലാത്ത പരുവത്തിന് അവളുടെ ഭാഷയിൽ 1 ടൺ മിഠായി ആയിട്ട് അവൾ പോവുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഇനഫ് ആകണമെങ്കിൽ എൻ്റെ കൈ കൊണ്ട് വാരുവല്ല, വലിയ കരം, ആ വലിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെടണം. എന്റെ കൈ കൊണ്ട് ഞാൻ എടുത്താൽ അത് ലിമിറ്റഡ് ആയി പോകും. പക്ഷെ ആ വലിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടാൽ അതെനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായ ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും. ഹല്ലേലൂയ പറയാം. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് തിങ്. അങ്ങനെ വേണം നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ. അങ്ങനെ വേണം നമ്മൾ ഈ പൂഴ്ത്തി വെച്ചതുകൊണ്ടോ, ഞെരുക്കി പിടിച്ചതുകൊണ്ടോ, അമർത്തി വെച്ചതുകൊണ്ടോ, ഒളിച്ചു വെച്ചതുകൊണ്ടോ, ആർക്കും ഒന്നും കൊടുക്കാതെ ഒരു ഗുണവും ഇല്ലാതെ ഇതെല്ലാം കൊണ്ട് പണ്ടത്തെ അമ്മച്ചിമാർ അരിപാത്രത്തിലും മറ്റതിനകത്തൊക്കെ കൊണ്ടുവച്ചോണ്ട് എലി കൊണ്ടുപോകുന്നല്ല. ഹല്ലേലൂയ. ഇതിനകത്ത് ലിസൺ, നമ്മുടെ ഈ ലൈഫ് കൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ചിലത് ഡിപ്പോസിറ്റ് ചെയ്യണം ദൈവത്തിന്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, എടുത്തു പറഞ്ഞു, പാസ്റ്ററെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിമാർക്കബിളായി ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, മനുഷ്യനും ദൈവവും ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. യു അണ്ടർസ്റ്റാൻഡ് മീ? പുള്ളി പറയാണ്, പുള്ളി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചി, ഈ നാട്ടിൽ നിങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് പറയത്തില്ല, വട്ട എന്ന് പറഞ്ഞൊരു ചെറിയ പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഇലയ്ക്കകത്ത് 3 മാമ്പഴം ഈ ലീഡറിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ പുള്ളി അമ്മയോട് ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി മാമ്പഴം? അത് സാറ് 10 വർഷത്തിന് മുമ്പ് അവിടെ നട്ട മാവാ. പുള്ളി എങ്ങാണ്ട് വൃക്ഷത്തായി നട്ടപ്പോൾ 10 കൊല്ലം മുമ്പ് അങ്ങാണ്ട് അവിടെ വന്നപ്പോൾ പുള്ളി ഒരു മാവ് നട്ടായിരുന്നു. ആ മാവ് വളർന്ന് അതിനകത്ത് ഇപ്പോൾ കായുണ്ടായി, മാമ്പഴം ഉണ്ടായി, മാങ്ങയുണ്ടായി. ആ മാങ്ങ നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അമ്മ ഇദ്ദേഹത്തോട് പറയുക, സാറ് നട്ട മാവാണ്, ആ മാവിലെ മാമ്പഴമാണ്. ഈ മാവിലെ ഓരോ മാങ്ങയും ഞങ്ങൾ അടർത്തി എടുക്കുമ്പോഴും ഉപ്പിലിടുമ്പോഴും കറിക്കിടുമ്പോഴും ഞങ്ങൾ സാറിനെ ഓർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യു അണ്ടർസ്റ്റാൻഡ് മീ വാട്ട് ഐ സേ? നമ്മെ ഓർക്കത്തക്ക നിലയിൽ, ദൈവം നമ്മളെ ഓർക്കത്തക്ക നിലയിൽ നമുക്കൊരു, ഈ ക്ലയോപ്പാവും തൻ്റെ ഭാര്യയായ മറിയയും ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയി, അല്ലേ? അവർ പിന്മാറ്റത്തിൽ പോകുമായിരുന്നു. അവർ നിരാശരായിരുന്നു. അവർ വാടിയ മുഖത്തോടെ നിന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റേൻ്റെ അന്ന് തന്നെ, ദ സെയിം ഡേ, യേശു കർത്താവ് 11 കിലോമീറ്റർ 7 മൈല് അവരുടെ കൂടെ നടന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ഇരുന്ന് ഫുഡ് എടുത്ത് കൊടുത്ത് അവരുടെ കണ്ണ് തുറപ്പിച്ച് അവരെ തിരിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. അവേഴ്സ് ആൻഡ് അവേഴ്സ്, മണിക്കൂറുകൾ യേശു ഉയർത്തെഴുന്നേറ്റേൻ്റെ അന്ന് തന്നെ ഈ അച്ചാനും അമ്മാമയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്താ അതിന്റെ കാരണം എന്നറിയോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ പ്രധാനമായി 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒന്ന് മറിയ, 2 ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയ. യേശു കർത്താവിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതികൂല കാലയളവിൽ, വേദനയിൽ, വൈഷമ്യതയിൽ, ക്രൂശീകരണത്തിൽ, പീഡാനുഭവങ്ങളിൽ ഈ മറിയം, ഈ ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയം, ശിഷ്യന്മാർ വരെ ഓടി ഒളിച്ച സ്ഥാനത്ത് കുരിശിന്റെ ചുവട്ടിൽ വരെയും ഈ സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് ഒരു വിഷമം ഉണ്ടായപ്പോൾ, ആ സഹോദരി നിരാശപ്പെട്ടപ്പോൾ, യേശു കർത്താവ് മുഴുവൻ പ്രോഗ്രാമും മാറ്റിവെച്ച് അവരുടെ കൂടെ
സഞ്ചരിക്കുകയാണ്. Amen. Hallelujah. മുഴുവൻ കാര്യങ്ങളും മാറ്റിവെച്ച് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സിഗ്നിഫിക്കന്റ് ആയി ഐ ആം ടെല്ലിംഗ് ടു യു, ഇറ്റ്സ് എ ബൈബിൾ. നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ ചെയ്യണം. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആർ യു ലിസണിംഗ് മീ? യെസ്. കാരണം ഇതൊരു ബ്ലെസ്സിംഗ്, ഇതൊരു ഭാഗ്യമാണ്. ഇതൊരു ഭാഗ്യമാണ്. ആമേൻ. ആമേൻ. ഗലാത്യർ 6:6, 7, 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 6, 7, 8, 9, 10 വാക്യങ്ങൾ. ഇനി എനിക്ക് അനിൽ പാസ്റ്ററിന്റെ സഹായം ആവശ്യമാണ്. പാസ്റ്റർ അനിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? വായിച്ചാട്ടെ. ഗലാത്യർ 6, 7, 8, 9, 10. വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഈ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്ന മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് ഉറപ്പിച്ചോണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ മറുപടി കൊയ്യും. ആമേൻ. സുവിശേഷം വിതയ്ക്കുന്നവൻ ആമേൻ ആത്മാക്കളെ കൊയ്യും. ആമേൻ. സാമ്പത്തികമായി വിതയ്ക്കുന്നവൻ ആമേൻ സമൃദ്ധി കൊയ്യും. ആമേൻ. ഇതിനകത്തൊരു പ്രധാന ഒരു കാര്യമുള്ളത്, അത് ചെറിയൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ വെറും കൈയായ വിരല് നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ കൊടുക്കണമെന്ന് പറയുന്നതെന്ന് അറിയാമോ? എന്താണ് റീസൺ മനസ്സിലുണ്ടോ? നമ്മളെ ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് പൈസ വേണോ? വേണ്ടെന്നാ മറുപടി. പക്ഷെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് അത് ആവശ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എത്ര പേരോട്, ഞാൻ ബൈബിളിൽ എനിക്ക് പറയാൻ ലോഡ് ഓഫ് ഇൻസിഡൻസ്. സാമുവേലിനെ കാണാനായിട്ട് ശൗല് പോയപ്പം ശൗല് തന്റെ ഭൃത്യനോട് പറഞ്ഞു, പ്രൊഫറ്റിന് ദൈവസന്നിധി കൊടുക്കാൻ നിന്റെ കയ്യിൽ എത്ര വെള്ളിക്കാശുണ്ടെന്ന് ചോദിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ ദൂതനോട് പറഞ്ഞു, ഇവിടെ നിൽക്ക് മോനെ, എനിക്ക് ആ വാക്യം ഒന്ന് കാണിച്ചു തരാം മോനെ. ജഡ്ജസ് ചാപ്റ്റർ 6 വേർഡ് 18 and 19. ഏഞ്ചലിനോട് പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഓഫറിംഗ് എടുത്തോണ്ട് വരട്ടെന്ന്. കണ്ടോ? അടുത്ത ആ വാക്ക് നോക്കി, വേർഡ് 18 and 19. ഞാൻ പോയി എൻ്റെ വഴിപാട്. മോനെ ഇംഗ്ലീഷ്, മോനെ ഏത് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്? ഏതാ? KJV. KJV, NIV or NKJV? Anyone is using NKJV or NIV? Yeah, read it. The passage. See verse 6, verse 18. എങ്ങനെ? Please read it. And bring out my, give the microphone over there. Do not depart from here, I pray, until I come to you and bring out my offering. Offering. ദൂതൻ, ദൈവസന്നിധി നിൽക്കുന്ന ദൂതൻ ഗിദയോനോട് ഒരു ആലോചന പറയുമ്പം ഗിദയോൻ ആ മെസ്സേജിനെ, ആ ദൂതിനെ റിസീവ് ചെയ്ത വേ ആണ് പഠിപ്പിക്കുന്നത്. I agree with that prophetic word. ഞാനത് എഗ്രി ചെയ്തെന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാൻ പോയി, I want to take my offering. Amen. Hallelujah. Hallelujah. Amen. Are you with me? Hallelujah. യേശു അതുകൊണ്ടാണ് ആലയത്തിൽ ഈ കാര്യം ശ്രദ്ധിച്ചത്. യേശു ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ ആ ദേവാലയത്തിൽ യേശു കർത്താവ്, എനിക്ക് നാളെ വേണ്ടത് എന്റെ ആരോഗ്യം, എല്ലാ മേഖലയും ഈ സംവിധാനത്തോടും. ഞാൻ അതിനകത്ത് മടി കാണിച്ചാൽ ഒരു വഴിയല്ല അടയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു വഴിയല്ല അടയുന്നത്, ഒരുപാട് വഴികൾ അടഞ്ഞ ചരിത്രം പറയേണ്ടി വരും. അതിനകത്ത് ഞാൻ കോംപ്രമൈസ് കാണിച്ചാൽ, അതിനകത്ത് ഞാൻ തട്ടിപ്പ് കാണിച്ചാൽ, അതിനകത്ത് ഞാൻ ആള് കളിക്കാൻ പോയാൽ, ഞാൻ വലിയ പുള്ളിയാ, നിങ്ങളെക്കാളും ബുദ്ധിമാനാ, ഞാൻ ബൈബിളൊന്നും അല്ല, ഞാൻ ആ ശരിയെന്നുള്ള രീതിയിൽ ഇരുന്നാൽ, ഹല്ലേലൂയ. പണ്ടൊരു പരസ്യത്തിൽ പറയുന്നത്, പരസ്യത്തിലാന്ന് തോന്നുന്നു, പറഞ്ഞതുപോലെ വലിയ വില കൊടുക്കേണ്ടി വരും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു, വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ വേദപുസ്തകത്തിനകത്ത് ഐ ക്യാൻ സീ ലോഡ് ഓഫ് ഇൻസിഡൻസ്. ഒമ്പതാം വാക്യം, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. ഗലാത്യർ 6:9, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. Amen. Oh, wonderful Jesus. Hallelujah. Deuteronomy chapter 16, verse 16 and 17.
ഓ റബാഷേഖോ ടോറോബിയാൻറ്റ 16 വേർഡ് 16 and 17 വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളെയൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്നറിയാമോ? നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടട്ടെ. ആശിഷ് ഏതാ മോനെ പാട്ട്? നമുക്ക് കണ്ട സാമുവൽ പറയുന്ന അവിടെ ഇരുന്ന്, വെറും കൈയായി ഞാൻ കടന്നു വന്നേ, ഇരുകൂട്ടങ്ങൾ നീ എനിക്ക് തന്നേ. ഞാനൊന്നും ചെയ്യാതെ ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിക്കാതെ എങ്ങനെ കുറുക്കു വഴിയിലൂടെ എനിക്ക് കിട്ടും? അത് കിട്ടിയാൽ നല്ല പാട്ടാ, അതിന്റെ ആശയം വേറെയാ. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നത്. You not appear before the Lord with your empty hand. Wow. Jesus. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ഞാൻ ആ കൈ ഉയർത്തിപ്പിടിച്ച ഒരു വാക്യം വായിപ്പിക്കും. ഞാനിപ്പോൾ ഉയർത്തിപ്പിടിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള വാക്യമാണത്. അപ്പോസ്തല പ്രവൃത്തി 20:35. നിങ്ങൾ എടുക്കണ്ട, ഞാൻ വായിക്കാം. അത് TV കാണിക്കും. അപ്പോസ്തല പ്രവൃത്തി 20:35. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണം. ഇത് യേശു പറഞ്ഞതാണ്, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ഭാഗ്യം എന്നുള്ളത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ബ്ലെസ്സഡ് എന്നാണ്. It is more blessed to give than to receive. It is more blessed to give than receive. വാങ്ങിച്ചതിനേക്കാൾ blessing ആണ് നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. That's why I tell you, these hands is blessed hands. ഒന്ന് കരം അടിച്ചിട്ട്, these hands are the blessed hands. Blessed hands. Blessed hands. Blessed hands. പറഞ്ഞു, എന്റെ കരം അനുഗ്രഹിക്കപ്പെട്ട കൈയാന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട കരം. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതാ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതാ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതാ. Hallelujah. Amen. ഇവിടെ ഈ പാസ്റ്റർ അനിൽ എന്നോട് പറഞ്ഞു, ടിനു പാസ്റ്റർ, ഇന്ന് ആളുകൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമ്മുടെ ചർച്ച്, ഈ എറണാകുളം ചർച്ചിന്റെ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ സൗകര്യമുണ്ട് ഇതിന്റെ പുറവശത്ത്. വി വാണ്ട് ടു ബിൽഡ് എ ചർച്ച് ഓവർ ദേർ. നമുക്ക് ഈ ചർച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഒത്തിരി സൗകര്യക്കുറവുണ്ട്. ഒരു 500 പേരെയും കൂടെ അപ്പുറത്തിരുത്താം. ഇത് ഒറ്റ ഹോളാക്കിയാൽ നിങ്ങൾക്ക് വിശാലമായിരിക്കാം. എല്ലാ ഫെസിലിറ്റി ഇതിൽ വരും. ഒത്തിരി കാശൊന്നും ആവുന്നില്ല, കോടികളൊന്നും ആവുന്നില്ല. ഒരു 30 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ ഹോള് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് AC വെച്ച് ബാത്റൂമുകൾ പണിത് ബ്യൂട്ടിഫുൾ ആക്കാൻ കഴിയും. പക്ഷെ ഇതിന്റെ പ്രശ്നം, കർത്താവിന്റെ രാജ്യത്തിൽ ഇഷ്ടം പോലെ കാശുണ്ട്. കർത്താവിന്റെ രാജ്യത്തിൽ, പക്ഷെ അതൊക്കെ നിങ്ങളുടെ കയ്യിലായിപ്പോയി എന്നുള്ളതാണ്. Luke chapter 8 verse 3. Luke chapter 8 verse 3. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ, ഒരു ചർച്ചിലുള്ളവർ ശ്രദ്ധിക്കുക, ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചതായ സമയത്ത് ഒരു ചെറിയ ബുക്ക് എഴുതി പ്രിന്റ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിന്റെ ആ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ചെറുതല്ല. അതിന് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. എല്ലാ മഹത്വം. ഇന്നലെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ആ പുസ്തകം ചോദിച്ച് മേടിച്ച് പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ പുസ്തകം കൈമാറി പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് ഞാൻ എഴുതിയ അടുത്തൊരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോവാണ്. അത് പ്രത്യേകിച്ച് ഈ വർഷത്തേക്കുള്ളതാണ്. കുഞ്ഞു പുസ്തകമാണ്, 37 പേജേ ഉള്ളൂ. 1/2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീരും. സന്തോഷമായോ? അത് ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, ചർച്ചിലുള്ളവർ, ആ ബുക്ക് ഇന്നിവിടെ വലിയ ചടങ്ങൊന്നും അതിനകത്തില്ല. ഞാനിത് പാസ്റ്റർ അനിൽ സാമുവലിനെ മുന്നിലേക്ക് വിളിക്കുകയാണ്. ക്യാൻ യു പ്ലീസ് കം ഫോർവേഡ് പാസ്റ്റർ ജി? ആൻഡ് ഈ പുസ്തകത്തിന്റെ പേര് യേശുക്രിസ്തു മുഖാന്തരം ജയമെന്നാണ്, വിക്ടറി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഈ പുസ്തകത്തിന്റെ കോപ്പി ഞാൻ കർത്താവിന്റെ ദാസന് നൽകി ഇതിവിടെ പ്രകാശനം ചെയ്യുകയാണ്. God bless you. Please be seated. വലിയ പ്രൈസ് ഒന്നും ഇല്ല ബുക്കിന്. വലിയ 50 രൂപ, എത്ര 50 രൂപയോ 50 rupees.
₹50 ഫോർ ദാറ്റ് ബുക്ക്. 50 രൂപ ആ ബുക്ക് അവിടെ ലഭിക്കും. അതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ പൈസയേ ഉള്ളൂ. ഹല്ലേലൂയ. ഓൺലി ഫോർ ദ പ്രിൻറ്റിംഗ് ചാർജ്. എന്നെ എല്ലാവരും മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതം വിക്ടോറിയസ് ആകാൻ. ഇംഗ്ലീഷും ഉണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പീസും ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും. ഇംഗ്ലീഷ് വേണ്ടവർക്ക് അതുമുണ്ട്. 2 ബുക്കുകളും പുറകിൽ അവൈലബിൾ ആണ്. വാങ്ങിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. നിങ്ങളുടെ ലൈഫ് ഈ വർഷം ഗ്രേറ്റ് വിക്ടറി ആകണം. God bless you everyone. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒത്തിരി ജീവിതങ്ങൾക്ക് സൗഖ്യവും വിടുതലും ഉണ്ടായി. ഒത്തിരി പേരുടെ ടെസ്റ്റിമണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പേഴ്സണലി പലരും അയച്ചു എന്നൊക്കെ കേൾക്കാനിടയായി. ഇന്ന് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനകളിൽ, ശുശ്രൂഷകളിൽ പല തരത്തിലുള്ള ഡെലിവറൻസ് ഉണ്ടായവർ, സൗഖ്യം പ്രാപിച്ചവർ, ജോലി ലഭിച്ചവർ, വഴികൾ തുറന്നവർ, ഡിഫറെൻ്റ് എക്സ്പീരിയൻസുകൾ ഉണ്ടായവർ. ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രാർത്ഥനയിൽ, എൻ്റെ ജീവിതത്തിൽ, പ്രാർത്ഥനകളിൽ, ശുശ്രൂഷകളിൽ ഒരു അനുഭവം എനിക്കുണ്ടായി, ഒരു ഡെലിവറൻസ് എനിക്കുണ്ടായി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു, എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു, എൻ്റെ ബിസിനസ്സിന് വേണ്ടി ചെയ്തു. അങ്ങനെ പറയത്തക്ക നിലയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായവർ ദൈവത്തോടുള്ള നന്ദി സൂചകമായി, താങ്ക്ഫുൾ ഹാർട്ട് എന്നാണ് പറയുന്നത്, ദൈവത്തോടുള്ള നന്ദി സൂചകമായി ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ വിടുതൽ എനിക്കുണ്ടായവർ, ഡെലിവറൻസ് ഉണ്ടായവർ, സൗഖ്യമുണ്ടായവർ, ദൈവത്താൽ അത്ഭുതം ലഭിച്ചവർ, വഴികൾ തുറന്നവർ, ദൈവം മാനിച്ചവർ. ഐ ക്യാൻ സീ ലോഡ് ഓഫ് ഹാൻഡ്സ് ഹിയർ, ലോഡ് ഓഫ് ഹാൻഡ്സ്. എനിക്ക് എല്ലാവരുടെയും ടെസ്റ്റ് മണീസ് പറയാനുള്ളതായ ഒരു ടൈം ഇതിനകത്തില്ല. എങ്കിലും ഒന്ന് എഴുന്നേറ്റ് തന്നെ അവർ, ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഐ വോണ്ട് ടു സീ ആൻഡ് ഐ വോണ്ട് ടു പ്രേ ഫോർ യു. ഐ വോണ്ട് ടു പ്രേ ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായും, ഫിലിപ്പ് ബ്രദറെ, കർത്താവ് അത്ഭുതം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ബാക്ക് സൈഡ് പാസ്റ്റർ ഒന്ന് ഇറങ്ങി, ഗോപി പാസ്റ്ററും അനിൽ സാമുൽ പാസ്റ്ററും ഒന്ന് ഇറങ്ങി ഒന്ന് ചോദിക്കാം. എല്ലാവരെയും മൈക്ക് കൊടുക്കണം. എന്താ സംഭവിച്ചത്? ജസ്റ്റ് എ വേർഡ്, ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞാൽ മതി, ബിക്കോസ് ഓഫ് ടൈം. എബി ബ്രദറെ ഒന്ന് ചോദിച്ചേതാണ്ട് അവിടേക്ക് പോയി ഒറ്റ വാക്കിൽ. മക്കളെ നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് വരാം. ഐ വാണ്ട് ടു ടോക്ക്. ഇന്ന് ആദ്യം വന്നവരുണ്ടോ ഇതിൽ? ഫസ്റ്റ് ടൈം ആദ്യം വന്നവരുണ്ടോ? ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. ഞാൻ പ്രാർത്ഥിക്കാം. ഐ വിൽ ടോക്ക് ടു യു. പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ഇവരുടെ ബിസിനസ്സിനകത്ത് ദൈവം അയച്ചൊരു ബ്ലെസ്സിംഗ് ആണ്. ഈ സിസ്റ്റർ തന്നെ പറഞ്ഞു. പാസ്റ്റർ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എബ്രോഡ് ബിസിനസ് ഓപ്പൺ ആവുന്ന. കഴിഞ്ഞ ദിവസം ഇന്നലെ അത് ദൈവം ഓപ്പൺ ആക്കി. വിദേശത്തേക്കുള്ള ഒരു വഴി തുറക്കും, അങ്ങനെ ഒരു ബിസിനസ് ഓപ്പൺ ആവുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് സഹോദരിയോട് ആലോചന പറഞ്ഞു, പ്രൊഫസ് ചെയ്തു. അത് ഇന്നലെ വൈകിട്ട് അത് ദൈവം തുറന്നു. കർത്താവേ, ഞാൻ നിന്റെ മകളെ ബ്ലസ് ചെയ്യുന്നു. I thank you Jesus for your grace and the anointing. Father, I thank you Lord. അതിലെനിക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള കച്ചവടം എനിക്ക് ഉണ്ടായിട്ട് എൻ്റെ കയ്യിൽ വരെ പെയിന്റിന്റെ കറ ബിസിനസ് തന്നെ വർദ്ധിപ്പിച്ചു. പെയിന്റ് കടയാണ് ഇവർക്ക്, പെയിന്റിന്റെ കടയാണ്. മാസങ്ങളായി ആ കടയിൽ ബിസിനസ് ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ബിസിനസിന്റെ എല്ലാ സിറ്റുവേഷൻസിനെയും മാറ്റി കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. 7 മാസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആർസിയും ഇൻഷുറൻസും ദൈവം കരങ്ങളിൽ എത്തിച്ചു തന്നു. 7 മാസമായി കിട്ടുന്നില്ല, എല്ലാ വാതിലും അടഞ്ഞു. പക്ഷേ കർത്താവ് ചെയ്തു, തുറന്നു തന്നു. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്താ സംഭവിച്ചു? സമയത്ത് ഞാൻ കൈക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ ഓർത്തോ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ സൺഡേയിൽ പാസ്റ്ററോട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പറ്റും. കാരണം കൈ ഷോർട്ട് വേദന നീരൊക്കെ ആയിരുന്നു. ഇങ്ങനെ അനക്കുമ്പോൾ ഇങ്ങനെ ഞെരിയണ സൗണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, വല്ലാത്ത സൗണ്ടും. എനിക്ക് ഒരു ഭാരം എടുക്കാൻ പറ്റില്ല, തോളത്ത് ബാഗ് പോലും ഇടാൻ പറ്റില്ല, വല്ലാത്ത പെയിനായിരുന്നു. അപ്പോൾ ഞാനന്നേരം ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ വന്ന ആ കർത്തൃമേശയിൽ ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞല്ലോ. ആ സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ ആ സാക്ഷ്യം കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ മേശയിലേക്ക് ഞാൻ കൈ നീട്ടുമ്പോൾ എനിക്ക് സൗഖ്യം നൽകണം. ഞാൻ ആ പ്രാർത്ഥനയോടെ ആ കർത്തൃമേശയിലേക്ക് കൈ നീട്ടി എനിക്ക് ആ നിമിഷം വരെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഷട്ടർ വരെ പൊക്കാൻ, ഷട്ടർ വരെ, കടയുടെ ഷട്ടർ വരെ. ഗോഡ് ബ്ലെസ് യു, കൺഗ്രാറ്റുലേഷൻ. പെട്ടെന്ന് പറഞ്ഞു, സമയമില്ലാത്തതുകൊണ്ട്. ഇതൊക്കെ വലിയ ടെസ്റ്റിമണികളാണ്, ഒത്തിരി സമയം എടുത്ത് പറയേണ്ടതാണ്. സിസ്റ്ററിന്റെ സാക്ഷ്യം മാസ്റ്റർ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. മോന് നവംബർ മാസത്തെ ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞു. എക്സാക്ട്ലി നവംബർ മാസത്തെ ഒരു വഴി തുറന്നു. ഇപ്പം തന്നെ മകൻ ദുബായ്, നമ്മുടെ അബുദാബി ചർച്ചിലായിരിക്കും. നവംബറിൽ കർത്താവ് വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ ഡിസംബർ ആകത്തില്ല. വന്നായിരുന്നു ആള്, സ്റ്റേജിൽ വിളിച്ചു. അന്ന് മുതൽ
എന്നെ രോഗത്തിൽ നിന്ന് വിടുതലായി. ഞാനും മോനും അന്ന് മുതൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഇന്ന് ഞാൻ അടൂരിൽ നിന്ന് ഏനാത്തു നിന്നാണ് ഇവിടെ താമസിക്കുന്നത്. ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് കൊച്ചിയിൽ. ഇന്ന് ഞാൻ കൊച്ചിയിൽ തനിച്ച് നിൽക്കുന്നു. ഞാൻ ആരാധനയ്ക്ക് വരുന്നു. മോൻ ദുബൈക്ക് പോയി. ഈ നവംബറിൽ മോന് വഴി തുറക്കുന്നു പറഞ്ഞു. നവംബർ ലാസ്റ്റ് മോൻ ഇതിൻ്റെ സീസൺ തുടങ്ങുന്നു എന്ന് പാസ്റ്റർ പറഞ്ഞു. ഒക്ടോബറിലെ ഡെലിവറൻസ് മീറ്റിങ്ങിന് ഇവിടെ വന്നപ്പം നവംബർ ലാസ്റ്റ് ആയപ്പോൾ ദുബൈയിലേക്ക് ഒരു വേക്കൻസി വരുന്നു എന്ന് പറഞ്ഞു. നവംബർ 30-ാം തീയതി കറക്റ്റായി നവംബർ 30-ാം തീയതി ദുബൈക്ക് പോയി. ജീവിതത്തിൽ വന്ന വലിയ അത്ഭുതം അന്ന് പാസ്റ്ററുടെ പ്രാർത്ഥന പറഞ്ഞു. ഇവരുടെ ബിസിനസ് അനേക രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പം 15 രാജ്യങ്ങളിൽ ബിസിനസ്. ഇവർക്ക് സന്തോഷമില്ലാത്തതുകൊണ്ട് അവര് കൈയടിക്കാതെ. God bless you. God bless you abundantly. പ്രിയമാനി, ഒരു ദിവസം പാസ്റ്റർ എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള സീഡ് വിതയ്ക്കാൻ പറഞ്ഞു. തന്റെ മോൻ തന്റെ മകളുടെ കയ്യിലുള്ള സകലതും അവിടെ വിതച്ചു. അത് കഴിഞ്ഞ് തന്റെ മോൻ നാളുകളായി പ്രാർത്ഥിച്ച ഒരു ബൈക്കിന് വേണ്ടി, ഒരു എൻഫീൽഡ് ബൈക്ക്, അത് ദൈവം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അവൻ മെടുക്കണ, അവന് വഴി അറിയാം. കറക്റ്റ് കാര്യം അറിയാം. വന്നേ. God bless you. എന്താ പെട്ടെന്ന് പ്രിയ സിസ്റ്ററിന്റെ അമ്മ ഇടത്തെ കാലിൽ നീരുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു കിഡ്നിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ലിസി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ലിസി ഹോസ്പിറ്റലിൽ പോയി ചെന്ന് ഡോക്ടർ ട്രീറ്റ്മെന്റ് പറഞ്ഞു ഓൺകോളജിയിലേക്ക് വിട്ടു. ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ. പിന്നെ സിസ്റ്റർ പക്ഷേ ഇവിടെ വന്നു കർത്താവിന്റെ ദാസൻ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ തിരിച്ച് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ബ്ലഡിൽ എല്ലാ കൗണ്ട് നോർമലാണ്. പൂർണ്ണ സൗഖ്യത്തെ ദൈവം കൊടുത്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തനംതിട്ട മീറ്റിങ്ങിലല്ലേ നിങ്ങളെ പേര് വിളിച്ച്, രണ്ടുപേരുടെയും പേര് വിളിച്ച് കർത്താവ് ദൈവത്തിന്റെ ആത്മ സംസാരിക്കുന്നത്. അതിനുശേഷം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. എവരിതിങ് ഈസ് നോർമൽ. ഒന്ന് കൈയടിച്ച് കർത്താവിന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ പാസ്റ്റർ? ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അതിന്റെ താക്കോല് കരങ്ങളിൽ ലഭിക്കുവാനിടയായി. എല്ലാരെയും നിങ്ങൾ കണ്ടോ? എല്ലാരെയും രക്ഷപ്പെടുത്തുന്നുണ്ടോ? ഒന്ന് കരം അടിച്ച ദൈവത്തെ കണ്ടോ? ദൈവം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കണ്ടോ? ദൈവം അനുഗ്രഹിക്കുന്ന കണ്ടോ? ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നുണ്ടോ? പറഞ്ഞു ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നുണ്ടോ? ഫിലിപ്പ് ബ്രദർ പലപ്പോഴും അദ്ദേഹം കൊളാപ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നേ വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. വാവ്. അദ്ദേഹം ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിൽ നിന്നാണ്. എത്ര നാളായിട്ട് ഉണ്ടായിരുന്നു ഫിലിപ്പ് ബ്രദർ? അത് for 2 years I collapsed every month from October to February, that period of time, every year. After that prayer I came to see you October. Okay. Last year you took me, I went to your room, you asked me one question, what's happening to you? I said I collapse. Then you asked me what the doctor said to you. I said I never go to doctor. Then you say praise God. Then you prayed from that day onwards till today. After that prayer, amen. അത് വന്നിട്ടില്ല, വരത്തില്ല ഇതുവരെ, ഇനി വരത്തുമില്ല. ആമേൻ 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 ഹല്ലേലൂയ. ബ്രദറിന്റെ പേര് റോബിൻ എന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ച വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരാൾ കൊളാപ്സ് ആയി എപ്പോഴും വീണ് എണ്ണയ്ക്കാൻ മേലാത്ത ടെസ്റ്റ് മണി, ഇതൊക്കെ സമയമെടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് പറയേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച വളരെ സിവിയർ ആയിട്ടുള്ള സ്റ്റൊമക്ക് അപ്സെറ്റായിട്ടും അതുപോലെ വേദനയായിട്ടും ഒക്കെ ഭാരപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് ഞായറാഴ്ച ഇതേ സീരിയസ്നെസ്സിൽ തന്നെ വേദന വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതിന് മുമ്പ് പാസ്റ്ററിന്റെ ലൈവ് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യുകയും അതിൽ പാസ്റ്റർ ഒരു ഹീലിംഗിന്റെ പവർ ഇപ്പോൾ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ശരീരത്തെ വഴി വ്യാപരിക്കും. തിങ്കളാഴ്ച പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചു. ബ്രദറിന്റെ പേര് അനിൽ ബ്രദർ എന്നാണ്. എറണാകുളം ചർച്ചിലെ മെമ്പറാണ്. ഒരു വർഷത്തിൽ പുറത്തായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾക്കകത്ത് ഫാദർ ലോയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നിട്ട് അവർ തമ്മിലൊരു കേസ് നടക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നു. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ വിളിക്കുകയും ആ ബന്ധത്തിലൊരു അടുപ്പം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. അതാ ഏറ്റവും വലിയ അത്ഭുതം. ചേർത്തലിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് ഈ വർഷം ഡബിളായി. കഴിഞ്ഞ വർഷം എന്താണോ ചെയ്തിരുന്നത് അതിന്റെ ഡബിളായി. ബിസിനസ് ഡബിളായി, ബ്ലെസ്ഡ് ആയി. ഹല്ലേലൂയ. പറഞ്ഞ ഇതിനകത്ത് കർത്താവ് അയക്കുന്ന പ്രോസ്പെരിറ്റിക്കായി ഒരു പ്രോസ്പെരിറ്റിയുടെ മാൻഡിൽ ഇതിനകത്ത് ഉണ്ടെന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. വഴിയൊരുക്കും അവനാഴികളിൽ പിടിച്ചെന്നെ. ഇരു കരങ്ങളും ഉയർത്തി പാടിയേ. ഓ വഴിയൊരുക്കും
ബൈബിൾ പറയുന്നു, അവൻ അനുഗ്രഹിച്ചതിനാൽ അവർ അത്യന്തം വർദ്ധിച്ചു, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോയില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. അടുത്ത ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ഡെലിവറൻസിനെ കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning God created the heaven and the earth. In the beginning God created the heaven and the earth. Verse 2. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിനും ഇതേ ഇരുളുണ്ടായിരുന്നു. And the earth was without form and void, and darkness was upon the face of the deep. Darkness was upon the face of the deep. But at the same time, the Bible says, and the Spirit of God moved, and the Spirit of God moved upon the face of the waters. Amen. The word 3 is important. And God said, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. let there be light, and there was light. ഈ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുളായിരുന്നു, പ്രയോജനരഹിതമായിരുന്നു, ഇരുട്ടായിരുന്നു. പ്രധാന വാക്കാണത് ഡാർക്ക്നെസ്, ഇരുട്ടായിരുന്നു. പക്ഷേ ഈ ഭൂമിയെ മനോഹരമാക്കുവാൻ, ഈ ഭൂമിയെ സുന്ദരമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആദ്യം ചെയ്തത്, പറഞ്ഞ ആദ്യം ചെയ്തത് വെളിച്ചമുണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് വെളിച്ചമുണ്ടാക്കി. പറവജാലങ്ങളെ ഉണ്ടാക്കുന്നതിന് മുൻപ് വെളിച്ചമുണ്ടാക്കി. ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വെളിച്ചമുണ്ടാക്കി. വേറെ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിന് മുൻപ് ദൈവം ആദ്യം ചെയ്തത് ഈ ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവന്നു. ഹല്ലേലൂയ. എവിടെ വെളിച്ചം വെളിപ്പെടുന്നുവോ അവിടെ മനോഹരമാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എവിടെ വെളിച്ചം ഉണ്ടാകുന്നുവോ അവിടം മനോഹരമാകും. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടാണ് വെളിപ്പെട്ടു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകില്ല. നിങ്ങളെ ഒരു മുറിക്കകത്ത് എല്ലാ ഫുഡും ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഒരുക്കി വെച്ച്, ഫ്രൂട്ട്സും ഫുഡും എല്ലാം ഉണ്ടാക്കി വെച്ച്, ആ മുറിക്കകത്ത് ഒത്തിരി നിങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ മുറിക്കകത്ത് ഇരുട്ടിനകത്ത് ഒട്ടും വെളിച്ചമില്ലാതെ, ഒരു ഇഞ്ച് വെളിച്ചമില്ലാതെ ഒരു ഇരുട്ടിനകത്താണ് നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്കൊരുക്കി വെച്ച ഭക്ഷണമോ നിങ്ങൾക്കൊരുക്കിയ സുഖ സൗകര്യങ്ങളോ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. 2, നിങ്ങൾ രാത്രിയിൽ വെളിച്ചമില്ലാത്തൊരു സ്ഥലത്തുകൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കംപ്ലൈന്റ് ആയി പോയാൽ നിങ്ങളുടെ വണ്ടി പിന്നെ മുന്നോട്ട് പോകില്ല, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുകയില്ല. ഇരുട്ട് നിങ്ങളുടെ വേഗതയെ കുറയ്ക്കും. ഒരു മനുഷ്യൻ ഇരുട്ടത്തൂടെ നടന്നു പോകുമ്പോൾ അവൻ അല്പം പോലും വേഗത കാണില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ടോർച്ചിന്റെ ലൈറ്റ് എങ്കിലും, ഒരു കാൻഡിലെങ്കിലും, ഒരു മൊബൈൽ ടോർച്ചെങ്കിലും അവന്റെ മുമ്പിൽ ഓൺ ആക്കിയാൽ അവന്റെ വേഗത പെട്ടെന്ന് കൂടും. ഇരുട്ട് നിങ്ങളുടെ വേഗതയെ കുറയ്ക്കുന്നു. ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മനോഹാരത്വം എടുത്തു കളയുന്നു, ബ്യൂട്ടി ഇല്ലാതാക്കുന്നു. ഇരുട്ട് നിങ്ങളുടെ മുമ്പിൽ ദൈവം ഒരുക്കിയ നന്മകളെ തടയുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതിന് പരിഹാരമായി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് ആ പുത്രൻ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ അഭിഷേകത്തിൽ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ മേളിൽ ഈ വേർഡ് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ തലമുറയിൽ നിന്ന്, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിന്റെ വേഗതയെ കുറയ്ക്കുന്ന, നന്മകളെ തടയുന്ന എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ. കരമൊന്ന് അടിച്ച് ചില മിനിറ്റുകൾ കർത്താവിന് നന്ദി പറഞ്ഞ്, all the darkness before sun, moon or star existed, God said, let there be light. ഈ ഭൂമിയിൽ ദൈവം സകല സംവിധാനവും കൊണ്ടുവരുന്നതിന് മുൻപ് ദൈവം ആദ്യം ചെയ്തത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം വരാതെ വേറെ എന്ത് വന്നാലും അത് ബ്യൂട്ടി ആകത്തില്ല, അത് എഫക്റ്റീവ് ആകത്തില്ല, അത് ബ്ലെസ്സിംഗ് ആകത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എന്നിലും നിങ്ങളിലും വരാതെ, നിങ്ങൾ എത്ര ധനവാനാണെങ്കിലും, നിങ്ങൾ എത്ര പഠിത്തക്കാരാണെങ്കിലും, നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അകത്തൊരു ശൂന്യത ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം മനോഹരമാകത്തില്ല. എന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. നിങ്ങൾ ഇത് എടുത്താലും ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകും. ഹല്ലേലൂയ. Thank you precious Jesus. Hallelujah. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കൊലോസ്യർ 1:13 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ സഭയോട് പറഞ്ഞത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മൾ ഇങ്ങനെ സ്തോത്രം ചെയ്താൽ പറ്റുകയില്ല. നമ്മൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. നമ്മൾ ഒത്തിരി നന്ദി പറയേണ്ടവരാണ്. എത്രയോ ആയിരങ്ങൾ ഈ ഇരുട്ടിൽ കടന്ന് ജീവിതം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഈ ഇരുട്ടിന്റെ അധികാരം, ഇതൊരു എറണാകുളം ചർച്ച് എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിന്റെ കണ്ടിന്യൂഷനിലേക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു ഹയർ റെവലേഷൻ ആണ് ഇതിന്റെ ഒരു കോർണർ. എന്റെ ഭാഷ പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം ഞാനിപ്പോ കടന്നുപോയ സ്ഥലത്ത് തൊട്ടതേ ഉള്ളൂ. സകല ഭൂതങ്ങളും തിരിച്ചറിഞ്ഞു, എല്ലാ എണ്ണം ഇളകാൻ തുടങ്ങി. ഇരുട്ടിനൊരു അധികാരമില്ലെങ്കിൽ ബൈബിൾ പറയുവോ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്? ഇരുട്ടിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. തന്റെ ജനമായ ഇസ്രായേൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഫറവോനെ പാഠം പഠിപ്പിക്കാൻ ദൈവം അയച്ച അതിപ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു കൂരിരുട്ട്. കൂരിരുട്ട് വെളിപ്പെട്ടപ്പോൾ ആ രാജ്യത്തിന്, ആ സമൂഹത്തിന് ഒന്നും ചെയ്യാൻ മേലാതെ ലോക്ക് ചെയ്തതുപോലെ ആയിപ്പോയി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇരുട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു കൂട്ടത്തെ വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്നാൽ അതിന്റെ മറുഭാഗം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു ഡെലിവറൻസ് സെക്ഷൻ ആകട്ടെ. നിങ്ങളുടെ ഭവനത്തിലോ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ, നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ ബിസിനസ് ആകട്ടെ, നിങ്ങളുടെ ആത്മീക ഭൗതിക മേഖലകളാകട്ടെ, പിശാച് എവിടെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വെളിച്ചം അതിനെ പൊളിച്ചു കളയുകയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, നിങ്ങൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ, നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ, നിങ്ങൾ അനുഭവിക്കേണ്ട സമയങ്ങൾ പിശാച് ബന്ധിച്ച സകല മുഖങ്ങളെയും ശാസിക്കുകയാണ്. ഇരുട്ട് മാറിപ്പോകട്ടെ. ദൈവം ആഗ്രഹിക്കുന്നു ബ്രദർ, ഈ ഭൂമി അന്ധകാരത്തിന്റെ ഡാർക്ക്നെസ്സിന്റെ അകത്ത് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മനസ്സിലായി ഡാർക്ക്നെസ് നിൽക്കുന്നിടത്തോളം, ശ്രദ്ധിച്ച് കേൾക്കണതല്ല, ദൈവത്തിന് മനസ്സിലായി ഡാർക്ക്നെസ്, ഇരുട്ട് നിൽക്കുന്നിടത്തോളം ഈ ഭൂമി പാഴായിരിക്കും. ദൈവത്തിന് മനസ്സിലായി ഇരുട്ട് നിൽക്കുന്നിടത്തോളം ഈ ഭൂമി ശൂന്യമായിരിക്കും. എന്നാൽ ഇരുട്ട് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു പീരീഡിൽ, ഞാൻ അങ്ങനെയാ പറയുന്നത്, ഇരുട്ട് മാത്രം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ദൈവം വെളിച്ചത്തെ കൊണ്ടുവന്നു. എന്നിട്ട് ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. You are not listening me. You are not understanding this revelation. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം സെപ്പറേറ്റ് ചെയ്തു. ഹല്ലേലൂയ. പൗലോസ് ചോദിക്കുന്നു, ഇരുട്ടിന് വെളിച്ചത്തോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിന് ബിലയാമിന് തമ്മിൽ എന്ത് യോഗ്യത, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറയും, ഇരുട്ടിനകത്ത് നിന്റെ ദൈവം എന്നെ സെപ്പറേറ്റ് ചെയ്തതാണെന്ന്? ഒന്ന് വെളിപ്പെടുത്തി ആരാധിച്ചു. നിങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ നടുവിൽ പല പാരമ്പര്യങ്ങളെയും തകർത്തുകൊണ്ട് ഇന്നും നിന്റെ ബിസിനസിന്റെ മേളിലും, നിന്റെ തലമുറയുടെ മേളിലും, നിന്റെ സാമ്പത്തിക വിഷയത്തിലും, നിന്റെ ശുശ്രൂഷയിലും, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലും, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇരുട്ടും സെപ്പറേറ്റഡ് ആകാൻ പ്രാർത്ഥിക്കുക. എല്ലാ ഇരുട്ടും സെപ്പറേറ്റഡ് ആകാൻ പ്രാർത്ഥിക്കുക. അവൻ ഇരുട്ടിനെയും വെളിച്ചത്തെയും രണ്ടാക്കി.
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. How many people say here, I am delivered from all the kinds of darkness? I am delivered. I am delivered. I am delivered from the power of darkness in the name of Jesus. Amen. Think about that. എന്റെ വേഗതയെ കുറയ്ക്കുന്ന, എന്നെ ശൂന്യമാക്കുന്ന, എന്റെ ജീവിതത്തെ പാഴാക്കി കളയുന്ന, എന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഒരു ബെനിഫിറ്റും ആർക്കും ഒരു ഗുണവും ഇല്ലാതാക്കി കളയുന്ന ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, അതൊരു ഭയങ്കര ഇൻഫ്ലുവൻസാ. ഇപ്പോഴും പലരും അതിനകത്ത് കിടക്കുക. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് പിശാചിന്റെ സംവിധാനത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവിക സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയ ആ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യണം. ആ ഇരുട്ടിന്റെ അധികാരത്തിലാണ് രോഗങ്ങൾ, ആ ഇരുട്ടിന്റെ അധികാരത്തിലാണ് തകർച്ചകൾ, ആ ഇരുട്ടിന്റെ അധികാരത്തിലാണ് ദാരിദ്ര്യങ്ങൾ, ആ ഇരുട്ടിന്റെ അധികാരത്തിലാണ് തിന്മകൾ. കാരണം ബൈബിൾ പറയുന്നു, സാത്താൻ ശൂന്യ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. പിശാചിന് ഏറ്റവും ഇഷ്ടം എംപ്റ്റിനെസ് ഉണ്ടാക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നിടത്ത് വരാൻ അവന് കഴിയുകയില്ല. അഴുക്കുള്ളിടത്ത് ഇരിക്കാനാണ് അവന് ഇഷ്ടം, എംപ്റ്റിനെസ്സിൽ ഇരിക്കാനാണ് അവന് ഇഷ്ടം. യേശു പറയുന്നു, അവൻ ശൂന്യ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കുന്ന, നിങ്ങളുടെ നന്മകളെ ശൂന്യമാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെ ശൂന്യമാക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തെ ശൂന്യമാക്കുന്ന, Father, I decree and declare the fullness of Christ here. ക്രിസ്തുവിലുള്ള നിറവ് വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിലുള്ള നിറവ് വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകട്ടെ. It's important. Please be seated. അതുകൊണ്ടാ ബൈബിളിൽ 1 പത്രോസ് 2:9 എഴുതിയത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. നിങ്ങൾ എവിടായിരുന്നു? അന്ധകാരത്തിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ എവിടേക്കാ വന്നേ? അത്ഭുത പ്രകാശം. Marvelous light. Yes. Hallelujah. അത്ഭുത പ്രകാശം. Yes. Now we are in the marvelous light. Amen. We are in the marvelous light. Amen. You are in the marvelous light. Hallelujah. അത്ഭുത പ്രകാശം. Amen. അത്ഭുത പ്രകാശം. Amen. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ എന്നെ ദൈവം ആക്കിയിരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശത്തിനകത്താണ്. ഒരു അത്ഭുത പ്രകാശത്തിനകത്താണ്. അന്ധകാരത്തിലല്ല ഇപ്പോൾ. ഞാൻ പറയണം. വാ കൊണ്ട് ലൈവിൽ കാണുന്നവർ, ചർച്ചിൽ ഇരിക്കുന്നവർ പറയണം, ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറയും ഇപ്പോൾ അന്ധകാരത്തിലല്ല, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിലാണ്. അത്ഭുത പ്രകാശത്തിലാണ്. അത്ഭുത പ്രകാശത്തിലാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ യഹോവ നിന്റെ മേൽ പ്രകാശിക്കുന്നു. Amen. ഞാനിപ്പോൾ എവിടെയാണ്? How many people are saved here? രക്ഷിക്കപ്പെട്ടവർ കൈകളെ ഉയർത്തിയേ. യേശുവിന്റെ മക്കളൊന്ന് കൈകളെ ഉയർത്തിയേ. നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, now you are not in the darkness. നിങ്ങൾ ഇപ്പോൾ ഇരുട്ടിലല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു മാർവലസ് ലൈറ്റിലാണ്. ഇത് തിരിച്ചറിയണം. കയ്യിൽ ടോർച്ചുള്ളവൻ, കയ്യിൽ വെളിച്ചമുള്ളവൻ എന്തിനാണ് ഇരുട്ടത്തെ തപ്പിത്തടയുന്നത്? യൂസ് ഇറ്റ് ദാറ്റ്. ഇത് പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. ഇത് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയും, നമ്മൾ വെറുതെ കൈകൊട്ടി ഇത് ചുമ്മാ കേട്ട് പോകരുത്. നിങ്ങൾക്കൊരു ഉറപ്പ് വേണം, എന്റെ അകത്ത് വന്നിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവാണ്. ഓക്കെ, ഞാൻ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ എന്നെ പിതാവായ ദൈവം വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുകയാണ്. എന്നെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. Now I am in the marvelous light. ഇത് ഉറപ്പിക്കണം. എന്റെ അകത്താ വെളിച്ചമുണ്ട്. ഓ താങ്ക് യു ഹോളി ഗോസ്റ്റ്. അത് ഉപയോഗിക്കണം, അത് വെളിപ്പെടുത്തണം, അത് പറയണം. അതാണ് യേശു പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, അത് തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. ഇത് ഒളിച്ചു വെക്കപ്പെടാനുള്ളതല്ല. നിന്റെ ജീവിതത്തിനെതിരെ സാമ്പത്തിക മേഖലയായിരിക്കാം, ആത്മീക മേഖലയായിരിക്കാം, ഏത് ഏറിയമായിരിക്കാം, നിന്റെ ജീവിതത്തിനെതിരെ വരുന്ന മുഴുവൻ അറ്റാക്കുകളെയും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ സ്വർഗം ഡീൽ ചെയ്യും. ഞാൻ ഉറപ്പ് പറയുന്നു,
സംശയമുണ്ടോ? സംശയമുണ്ടോ? ഏത് കേസും അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നോലിരിക്കും. ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ സഭയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതാരാ? ഏറ്റവും കൂടുതൽ മുടിക്കാൻ നടന്ന ആരാ? ഏറ്റവും കൂടുതൽ സഭയ്ക്കെതിരെ നിന്നാരാ? പൗലോസ് എന്ന് പറയുമ്പം ശൗല് അല്ലേ? ആണോ? സ്തെഫാനോസ് എന്ന അനുഗ്രഹീതനായ അപ്പോസ്തലനെ സിംഹവാതിലിൽ വെച്ച്, ലയൺ ഗേറ്റിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്നാരാ? എന്തോ മനുഷ്യനാണ് അദ്ദേഹം. ഓർത്തു നോക്കി. നമുക്കൊന്നും ചിലപ്പോ, എന്നെ സംബന്ധിച്ച് ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതോ ഒരു ആക്സിഡന്റ് പോലും കാണാനുള്ള മനക്കെട്ടിയില്ല. അറിയുന്നേ? ഈ പുള്ളി ആളുകളെ നിയോഗിച്ച് ആ സ്തെഫാനോസിനെ കൊല്ലാൻ കൊണ്ടുപോയവരുടെ, അല്ലെങ്കിൽ അതിന് കൊട്ടേഷൻ കൊടുത്ത ആളുകളുടെ ഡ്രസ്സ്, അവരുടെ വസ്ത്രം സൂക്ഷിച്ച് സൈഡെ മാറി നിന്ന് ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് കണ്ട് സന്തോഷിച്ച മനുഷ്യന്റെ ഹൃദയം എന്നായിരിക്കും? ഇഞ്ചിഞ്ചായിട്ട് ഒരാളെ കൊല്ലുന്നത് നോക്കി നിന്ന ആളുടെ ഹൃദയം എന്നായിരിക്കും? എന്നാൽ ഇത്രയും വലിയ മനസാക്ഷി ഇല്ലാത്തിരുന്നൊരു മനുഷ്യനെ, ദൈവസഭയെ പൂട്ടാൻ തകർക്കാൻ നടന്ന ഒരു മനുഷ്യനെ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനാക്കാൻ, 9 കൃപാദാനങ്ങളാൽ നിറയ്ക്കാൻ, ഈടുറ്റ കരുത്തുള്ള 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിപ്പിക്കാൻ, വെളിപ്പാടുകളുടെ ആധിക്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ, എന്താണ് ഈ മനുഷ്യനിൽ ആദ്യം സംഭവിച്ചത്? ഒറ്റ കാര്യമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 9:3 എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ശരിക്കും പറഞ്ഞാൽ ആ വെളിച്ചം അവന്റെ മേലുള്ള മുഴുവൻ ഡീമൺസിനെയും പുറത്താക്കി. ആ വെളിച്ചം അവനിലുള്ള സകല ഇരുട്ടിനെയും, യേശുവിന്റെ നാമത്തിൽ, the same light, the light of the world, ഈ വെളിച്ചം നിന്റെ ഭവനത്തിൽ വരട്ടെ. ഈ വെളിച്ചം നിന്റെ തലമുറയിൽ വരട്ടെ. ഈ വെളിച്ചം എറണാകുളം ജില്ലയിൽ ഓരോ കുടുംബങ്ങൾക്കകത്തും പ്രകാശിക്കട്ടെ. Are you listening me? Yes. Amen. ഒരു great transformation ഈ മനുഷ്യനുണ്ടായി. Great transformation. Amen. Only one reason. Only one reason. And suddenly there shined round about him a light from heaven. സ്വർഗത്തിൽ നിന്നൊരു വെട്ടം, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. ഈ മനുഷ്യൻ ശൗലായിരുന്നവൻ അപ്പോസ്തലനായ പൗലോസായി. കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോഴേ ഒരിക്കൽ തറയിൽ കിടന്നുകൊണ്ട് ഈ സമയത്ത് തന്നെ ചോദിച്ചായിരുന്നു, ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്, നീ ആരാകുന്നു കർത്താവേ എന്ന്. അവിടെ പുള്ളി ചോദിച്ചായിരുന്നു, നീ നെക്സ്റ്റ് വേർഡ് അതാ, വേർഡ് 5. And he said, who you are, Lord? നീ ആരാകുന്നു കർത്താവേ? അറിവില്ലായിരുന്നു, അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പോ കൊലോസ്യ സഭയ്ക്ക് പുള്ളി ലേഖനം എഴുതിയപ്പോ യേശു ആരാന്ന് എഴുതിയെന്നറിയാവോ? താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ഹല്ലേലൂയ. ഈ ലൈറ്റ്, ഈ വെളിച്ചം, യേശുവാകുന്ന വെളിച്ചം എന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. യേശുവാകുന്ന വെളിച്ചം എന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റുന്നു. യേശുവാകുന്ന വെളിച്ചം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. യേശുവാകുന്ന വെളിച്ചം ദൈവം എന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നന്മകളെ എനിക്ക് കാണിച്ചു തരുന്നു. പലരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക, അവര് പോലും അറിയാതെ. ചിന്തിക്കാൻ ചില കാര്യങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്താൽ എല്ലാം മാറി മറിയും. പക്ഷെ തീരുമാനം എടുപ്പിക്കില്ല. ഒരു ചെറിയ കാര്യം ചെയ്താൽ ഒരു വലിയ വിടുതൽ നടക്കും. പക്ഷെ ആ ചെറിയ കാര്യം ചെയ്യില്ല. ഒരുപാട് പേർ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പം വലിയ പ്രവചനം ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെറിയ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു, മോനെ നീ ഇങ്ങനെ ചെയ്താൽ മതി, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ മനുഷ്യൻ ബ്ലസ്ഡ് ആയി. ഒത്തിരി പേര് അവരുടെ ബിസിനസ് ബ്ലസ്ഡ് ആയതും, അവർ പുതിയ ബിസിനസ് തുടങ്ങിയതും, അവരുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ഡെലിവറൻസ് ഉണ്ടായതും, വഴി തുറന്നതും ഒക്കെ, ഹീലിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഇതുപോലെ ഈ സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ, അന്ന് ദൈവദാസൻ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു. ആ ഒരൊറ്റ ഇൻസിഡന്റ് എന്റെ ലൈഫിനെ മൊത്തം ചേഞ്ച് ആക്കി.
എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ് കൊണ്ടുവന്നു. എനിക്കത് ചെയ്യാമായിരുന്നതേ ഉള്ളൂ. പാസ്റ്റർ പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് എനിക്കത് ചെയ്യാമായിരുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഏരിയയെക്കുറിച്ച്, അങ്ങനെ ഒരു മേഖലയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയാതെ അങ്ങോട്ട് എന്നെ വിടാതെ ഇപ്പുറത്ത് വെച്ച് എന്നെ ലോക്ക് ചെയ്തിരുന്നതാണ്. പിടികിട്ടുന്നോ? ഇത് മനസ്സിലാകണമെങ്കിൽ കുറച്ചൊക്കെ അനുഭവങ്ങൾ വേണം. ആ ഒരു ഏരിയയെ കുറിച്ച് തിങ്ക് ചെയ്യാതെ, അതിനെക്കുറിച്ച് എന്നെ ചിന്തിക്കാൻ അനുവദിക്കാതെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എൻ്റെ മൈൻഡിൽ പോലും അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരാതെ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഒരു ജസ്റ്റ് ഒരു 1 മിനിറ്റ് പ്രേയറിലൂടെ വെളിച്ചമാകുന്ന കർത്താവ് ഡീൽ ചെയ്തത്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, വെളിച്ചത്തിലേക്ക് വരുമ്പോഴോ ഇരുട്ടിനെ കുറിച്ചുള്ള ബോധ്യം വരും. ഹല്ലേലൂയ. യഥാർത്ഥമായി ഇപ്പം നിങ്ങൾ വെളിച്ചമുള്ള റൂമിൽ നിന്ന് ഡ്രസ് ചെയ്യത്തുള്ളൂ. ഇരുട്ടത്തിൽ നിന്ന് ഒരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇരുട്ടത്തിൽ നിന്ന് ഒരുങ്ങോ? ഒരുങ്ങത്തില്ല, റെഡി ആവത്തില്ല. കാരണം വെളിച്ചത്തിന് മാത്രമേ നിങ്ങളിലുള്ള നന്മയും തിന്മയും കാണിക്കാൻ പറ്റത്തുള്ളൂ. വെളിച്ചപ്പം നമ്മൾ ഡ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അടുത്തടുത്ത് വെട്ടത്തിനടുത്തോട്ട് വരുമ്പോഴാണ് ആളിനെ വ്യക്തമായി നമ്മൾ കാണുന്നത്, അല്ലേ? ഞാൻ എന്നെ കുറച്ചുകൂടെ മനോഹരമായി കാണുന്നത് നിങ്ങൾ ഒരാളിനെ നന്നായിട്ട് കാണുന്നത് നല്ല വെട്ടത്തിലായിരിക്കും. സാരി മേടിക്കുന്നവര്, ഷർട്ട് മേടിക്കുന്നവര് അതിന്റെ കളർ കൃത്യമായിട്ട് അറിയാൻ എവിടെ കൊണ്ടുപോയി നോക്കും? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? പലതിന്റെയും കളർ കൃത്യമായിട്ട് അറിയുന്നത് വെളിച്ചത്ത് വരുമ്പോഴാണ്. ഇനിയും കൈകൊട്ടാതിരുന്ന ബാക്കിയോടെ ഞാൻ പറയും. Praise the Lord. വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ എന്തായിരിക്കുന്നു, ഞാൻ എന്താണ്, എവിടെയാണ് ഞാൻ വ്യത്യാസം വരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളെ അറിയിച്ച ദൂതാണ്. ഹല്ലേലൂയ. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സാധാരണ നിലയിൽ ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ആളാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഹൈറ്റ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാവരും ആ ഹൈറ്റിലോട്ട് കയറി വരുന്നത് പുള്ളിക്ക് വലിയ താല്പര്യം കാണൂല. മനസ്സിലായില്ല അല്ലേ? ആ റേഞ്ചിലോട്ട് എല്ലാവരും കയറി വരുന്നതിൽ പുള്ളിക്ക് സന്തോഷം കാണത്തില്ല. ദൈവം ആരാണ്? ലൈറ്റ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ കർത്താവിനെ അനുഗമിച്ച, ആ കർത്താവിനെ പിൻഗമിച്ച അവന്റെ മക്കളെ നോക്കി അവൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. We are the light. We are the light. ഒന്ന് പറഞ്ഞ I am the light. ഞാൻ അടുത്തൊരു പ്രൊഫറ്റിക് വേർഡ് റിലീസ് ചെയ്യുക. വേണ്ടുന്നവർ എടുത്താൽ മതി, അല്ല ഞാൻ കൊണ്ടുപോക്കോളാം. എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്? അപ്പോസ്തലപ്രവൃത്തി 13:47 എഴുതിയിരിക്കുകയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചു. ജാതികളുടെ വെളിച്ചമാണ് ഭൂമിയുടെ അറ്റത്തോളം. അനേകർ നീ ആകുന്ന വെളിച്ചത്തിലൂടെ, ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ അനുഭവിക്കുവാൻ ജാതികൾക്ക് ഞാൻ നിങ്ങൾ ഒരു വെളിച്ചമായിരിക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ പഴയ കാലത്തൊക്കെ ഇപ്പൊ എല്ലാ വീട്ടിലും ഇൻവേർട്ടറും സോളാറും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് പോയാൽ ജനറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഓണാവും. പഴയ കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല ഇപ്പോഴും ഉണ്ട്. ചില വീടുകളിൽ എമർജൻസി, ഇപ്പോഴും ഒത്തിരി വീട്ടിലുണ്ട്, എമർജൻസി ലൈറ്റ് ഉണ്ട്. കണ്ടുകൊണ്ട് പണ്ട് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ട്യൂബുള്ള സാധനം, ഒരു റെഡ് കളർ സാധനം. അപ്പോൾ ഈ കറണ്ട് പോകുമ്പോൾ ഈ എമർജൻസി ലൈറ്റ്, അരമണിക്കൂർ പവർ കട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചിരുന്നവർക്ക് കൈ ഉയർത്തി കാണിച്ചാണ്. ജീവിച്ചിരിക്കാത്തവർക്ക് കൈ ഉയർത്താൻ പറ്റുമോ? അതിനും കൈ പോക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാകുമ്പോൾ ഈ എമർജൻസി ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുമ്പം നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ പറ്റും. ആ പരിസരത്തുള്ള മുഴുവൻ പ്രാണികൾ, ചെറിയ ചെറിയ ജീവികൾ എല്ലാം ഈ എമർജൻസി ലൈറ്റിന് ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കും. ഹല്ലേലൂയ. അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒത്തിരി മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചാൽ ഒത്തിരി എണ്ണത്തിന്റെ വായിൽ ഒത്തിരി ജീവികൾ പോയി. കാരണം ഫോണിൽ നോക്കിയല്ലേ കഴിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന് ചുറ്റും ഒത്തിരി ജീവികൾ ഓടിക്കളിക്കും അല്ലേ? നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എവിടുന്ന് വന്നെന്ന്. നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം കൂടി എവിടുന്ന് വരുന്നെന്ന്. നിങ്ങൾ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തോ? നിങ്ങൾ അതിനെ വിളിക്കാൻ പോയോ? ഇല്ല. ചുറ്റും ഇരുട്ടാകുമ്പോൾ
ഒരിടത്ത് വെളിച്ചം വന്നാൽ ജീവനുള്ളത് മുഴുവൻ അട്രാക്ട് ചെയ്യും. You understand? ഇരുട്ട്, ഞാൻ ഈ വേർഡ് പറയുമ്പോൾ ഇതിന്റെ ആത്മീയർക്ക് ഇത് പിടികിട്ടത്തുള്ളൂ. ഇരുട്ട് ഒരു അട്രാക്ഷൻ അല്ല, പക്ഷെ ലൈറ്റ് വിൽ അട്രാക്ട്. ഇതാണ് നിന്റെ കയ്യിലുള്ള സംവിധാനം. Thank you Lord Jesus. Thank you Lord Jesus. ആ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. തീർന്നില്ല, ഭൂമിയുടെ അറ്റത്തോളം രക്ഷകനാകുന്ന ക്രിസ്തുവിനെ അറിയിക്കേണ്ടതിനും ജാതികളുടെ വെളിച്ചമാക്കി അവൻ നിങ്ങളെ വെച്ചിരിക്കുകയാണ്. Thank you Jesus. Please be seated. Thank you Holy Ghost. ഈ സങ്കീർത്തനക്കാരനായ ദാവീദേ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകട്ടോ, വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. സങ്കീർത്തനം 18-28 വാക്യം, 29 വാക്യം. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശം ആക്കും. അത്രയും വായിച്ചോ? നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങനെ ആ പ്രകാശം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം, നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഓ ഹല്ലേലൂയ. നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ മതിലുകളെയും, നിന്നെ മുന്നോട്ട് വിടാത്ത സകല ഫെൻസുകളെയും I am prophesying, I decree and declare it in the name of Jesus, in the mighty name of the Lord. എനിക്ക് മുന്നേറാൻ കഴിയാത്ത, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സകല ഹിൻഡ്രൻസും സകല ഫെൻസും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളവര് പ്രതികരിച്ചാൽ മതി. നിന്നെ പാപത്തിൽ ലോക്ക് ചെയ്യുന്ന, നിന്നെ തിന്മയ്ക്കകത്ത് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഈ മതിലെന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിരുന്നേ പ്ലീസ് പ്ലീസ്. I'm feeling the anointing of God. എൻഡാണ്, ഒരു പ്രോപ്പർട്ടിയുടെ എൻഡിലാണ് മതില്. Are you with me? ഇത്രേ നിനക്കുള്ളൂ. ഇതിനപ്പുറത്തുള്ളത്, മതിലിനപ്പുറത്തുള്ളത് നിനക്കുള്ളതല്ല. ആണോ? എന്നുവെച്ചാൽ മതിലെന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആണ്. 28 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ ലൈറ്റ്, ഈ വെളിച്ചം എന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ, ഇത് കത്തിക്കഴിയുമ്പോൾ, ഇത്രേ ഉള്ളൂ, ഇത്രയും നടക്കൂ, ഇവിടം വരെ നീ പോകൂ, ഇതിനപ്പുറത്ത് നിന്നെ വിടത്തില്ല എന്ന് പറയുന്ന മുഴുവൻ സംവിധാനത്തെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ In the name of Jesus, നിന്റെ ആരോഗ്യത്തിന്റെ മേളിൽ, നിന്റെ ബിസിനസിന്റെ മേളിൽ, നിന്റെ ലൈഫിന്റെ മേളിൽ, നിന്റെ ജീവിതത്തിന്റെ മേളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, in the name of Jesus. Oh, Shabra Koto Popo. Rekata Baba. Roko Baba. Oh, mama. Okay. Please be seated. Jesus. Oh, Rabba Shekatalaba. I'm feeling in my spirit. ചിലതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ, ആ പാപ സ്വഭാവത്തെ നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല.
ആ ടെംപ്റ്റേഷനെ നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെ നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അതിൻ്റെ ചുവട്ടിൽ തന്നെ പെട്ട് വീണു എഴുന്നേറ്റ് കിടക്കുകയാണ്. പക്ഷേ ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ അകത്ത് കത്തിയാൽ, ഞാൻ ഇങ്ങനെ ഒരു വേർഡ് പറയാണ് ഇവിടെ, അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. എല്ലാ ലിമിറ്റേഷനുകളും, നിങ്ങൾക്കറിയാമോ, ദൈവികമായ ബ്ലസ്സിങ്ങിന് ലിമിറ്റേഷൻ ഇല്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഫെൻസ് ഇല്ല. You understand me? അത് മനസ്സിലാക്കാൻ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം മാത്രം പറയാം. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 48 അധ്യായമാണെന്നാണ്, 49 അധ്യായം 22 മുതലുള്ള വാക്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് ആണ്. ജോസഫ്, യാക്കോബ് തന്റെ മക്കളെ നോക്കി പ്രവചിക്കുമ്പോൾ ജോസഫിനെ നോക്കി പറഞ്ഞൊരു വേർഡുണ്ട്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. ആ വീടുണ്ടോ, അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. വേറെ തന്റെ ഒറ്റ മക്കളുമാരുടെ മേളിൽ ഇടാത്തൊരു സാധനം. വേറെ തന്റെ ഒറ്റ പുത്രന്മാരോടും ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ല. ബെഞ്ചമിനോടൊക്കെ പറഞ്ഞു, പക്ഷെ ഈ ഒരു വേർഡ് പറഞ്ഞില്ല. ഏതാ? നീ ആകുന്ന കൊമ്പ് മതിലിന്റെ മേളിലൂടെ പടരുമെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഒരു ദൂത് ജോസഫിന്റെ മേളിൽ അപ്പൻ റിലീസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ മക്കളുമാർക്ക് ആർക്കും ഇല്ലാത്ത മതിലുകളായിരുന്നു ജോസഫിന്റെ മുമ്പിൽ. വെയിറ്റ് പാസ്റ്റർ, ജോസഫിന്റെ മുമ്പിൽ ശത്രു തീർത്തത്. സഹോദരന്മാർ തനിക്കൊരു മതിലായിരുന്നു. അവർ ഏറ്റവും വലിയ ലക്ഷ്യം അനിയനെ, ഇവന്റെ സഹോദരനെ ഒരു പരിധി വിട്ട് ഇവൻ കയറി പോകരുത്, അവരുടെ റേഞ്ചിൽ വരരുത്, ഇവൻ കണ്ട ഡ്രീമുകൾ നടക്കരുത്. അറിവിത്മേ. അപ്പൊ സഹോദരങ്ങൾ അവനെ സംബന്ധിച്ചൊരു വോളായിരുന്നു, ഒരു മതിലായിരുന്നു. പൊത്തീഫറിന്റെ ഭാര്യ ഒരു മതിൽക്കെട്ടായിരുന്നു. ആ സഹോദരി കള്ളക്കഥ ഉണ്ടാക്കി 4 ചുവരുകൾക്കകത്ത് ഇവനെ അടച്ചു, ജയിലിൽ അടച്ചു ജോസഫിനെ. അവിടുന്ന് ജോസഫ് പുറത്തു വന്നു. പൊട്ടക്കിണർ, ശരിക്കും പറഞ്ഞാൽ പുറത്തു വരാൻ പറ്റാത്ത അവസാനിപ്പിച്ചൊരു മതിലായിരുന്നു. ഇങ്ങനെ മനുഷ്യനും പിശാചും പുരുഷനും സ്ത്രീയും എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവരും ജോസഫിനെതിരെ മതിൽ കെട്ടി. പക്ഷെ ഒരു പ്രൊഫസി അവന്റെ മേളിൽ കിടന്നിരുന്നു, നീ എല്ലാ മതിലിന്റെ മേളിലൂടെ പടരും. ഇന്ന് പകലിൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളല്ല ജയിക്കുന്ന, വാഗ്ദത്തമായിരിക്കും ജയിക്കുന്നത്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, എത്ര പരിമിതികൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, you are going to see the victory, the great victory in this year 2026 in the name of Jesus Christ. Hallelujah. Hallelujah. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, Psalms 27, the Lord is my light and my salvation. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നാൻ, എന്നെ ഒന്ന് കടിച്ചു തിന്നാൻ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്റെ അടുത്തവൻ വരത്തിൽ, അവൻ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി. What is the reason? The Lord is my light. Amen. Hallelujah. Hallelujah. I'm feeling the power of God. The Lord is the light. Amen. Is my light and my salvation. Whom shall I fear? Say, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന ജനമാണ്. നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുക. ഞാൻ തല ഉയർത്തിപ്പിടിച്ച് ഇതിനകത്തിരിക്കുന്ന ആത്മീയ മക്കളെ നോക്കി, എൻ്റെ സഹോദരി സഹോദരന്മാരെ നോക്കി, ക്യാമറയെ നോക്കി, ലൈവിൽ കാണുന്ന വിശ്വസിക്കുന്നവരെ നോക്കി പറയുന്നു, ഒരു സാഹചര്യത്തെയും, കൈയടിക്കല്ല മൊത്തം കാണാം, ഒരു പ്രസന്റ് സിറ്റുവേഷനെയും, നിന്നെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന ഒന്നിനെയും നീ പേടിക്കാതെ തല ഉയർത്തി നിന്നാൽ,
ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്നെ ഇത്രയും നാൾ ഓടിച്ചതിനെ നീ തിരിച്ചോടിക്കുന്ന ഒരു സീസണിലേക്ക് യേശുവിന്റെ നാമത്തിൽ. Let us say everyone here, the Lord is my light and my salvation. Hallelujah. Gloria ma compre catalabaya labaus. In the name of Jesus. The reason Lord is my light. വലിയ യുദ്ധം നടക്കുകയാണ്. സൈന്യം പാളെ ഇറങ്ങി നിൽക്കുകയാണ്. ആക്രമണം ശത്രു അഴിച്ചു വിടുകയാണ്. പക്ഷേ ഒറ്റ വാക്ക് ദൈവത്തിന് പറയാനുള്ളൂ, ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല, ഞാൻ ആരെയും പേടിക്കത്തില്ല. കാരണം എന്റെ ദൈവം എനിക്ക് വെളിച്ചമാണ്. കാരണം തിന്മയെല്ലാം ഇരുട്ടിന്റെ പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ കൊച്ചിക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. തിന്മ എല്ലാം ഇരുട്ടിന്റെ പ്രോഡക്റ്റുകളാണ്, നന്മയെല്ലാം വെളിച്ചത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ദൈവം എന്റെ വെളിച്ചമാണെങ്കിൽ എന്റെ കൂടാരത്തിൽ തിന്മ വെളിപ്പെടാൻ അനുവദിക്കത്തില്ല. പറയണം, 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 പ്രഖ്യാപിക്കണം. The Lord is my light and is my salvation. The reason, നിങ്ങൾ തയ്യാറാണോ? എനിക്ക് ഭയങ്കരമായ ദൈവശക്തി ഞാൻ ഫീൽ ചെയ്യുന്നു എന്റെ ശരീരത്തിൽ. എനിക്ക് ഇറങ്ങി വന്ന ചിലരുടെ മേളിൽ ഒന്ന് കൈവച്ചാൽ കൊള്ളാമോ? I'm feeling the power, literally the electric circuit, the power of God. Hallelujah. Oh, thank you Jesus. ദൈവം പറഞ്ഞൊരു കാര്യമാണ് യെശയ്യാ 10:17 എടുക്കണം, നിങ്ങൾ നോക്കിയാൽ മതി. ഇസ്രായേലിന്റെ വെളിച്ചം, ഐസയ്യാ 10:17, യെശയ്യാ 10:17, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും. എന്റെ കാനം ഭയങ്കര, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കുന്നു. അത് കത്തി ഒരൊറ്റ ദിവസം കൊണ്ട് മുള്ളും പറക്കാരെയും മുഴുവൻ കത്തട്ടെ, 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 കത്തട്ടെ. എന്റെ ജീവിതത്തിന്റെ നന്മകളെ ഞെരുക്കുന്ന എല്ലാ മുള്ളുകളും എല്ലാ പറക്കാരകളും യേശുവിന്റെ നാമത്തിൽ, എല്ലാ മുള്ളും എല്ലാ പറക്കാരെയും കത്തിപ്പോകട്ടെ. ഹല്ലേലൂയ. And the light of Israel shall be for a fire. The next word is powerful, and word is 17, and is holy one for a flame. See it. എല്ലാവരും പറഞ്ഞ holy flame. Holy flame. Holy flame. Holy flame. ഇത് റെയ്നാർഡ് ബോംഗെ പറയണം. Holy flame. Amen. Holy flame. Amen. ഈ ഹോളി ഫ്ലെയിം ആണ് അപ്പോസ്തല പ്രവൃത്തി 2 പിളർന്ന അഗ്നി. ഹോളി ഫ്ലെയിം. അവിടുന്ന് ചിലത് തുടങ്ങുമായിരുന്നെങ്കിൽ ഇന്നും അതേ പരിശുദ്ധ അഗ്നി, അതേ പരിശുദ്ധ തീനാളം നിന്റെ ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങൾ, പുതിയ ചില തുടക്കങ്ങൾ. ഹോളി ഫ്ലെയിം. ആദ്യം വന്നവരെ കുറിച്ച്, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച്. പക്ഷെ ഞാൻ ആ ഒരു പ്രൊഫറ്റിക് സെഷനിലേക്ക് പോയാൽ എനിക്കറിയാം ഒരു മാസീവ് ഡെലിവറൻസ് ഉണ്ടാകത്തില്ല. അവർക്ക് പേഴ്സണലി ഡെലിവറൻസ് ഉണ്ടാവും. ആൻറ്റി ആദ്യം വരികയാണോ? നീ ആദ്യം, ആ മോൻ ആദ്യം വരികയാണോ? ഒരു രാജാരാണ്? രാജാരാണ്. രാജാരാണ്? ഫുൾ നെയിം അഭിരാജ് എന്ന്. Hallelujah. Prophesy. Amen. Okay, I'm coming. Hallelujah. You say. And the Lord is revealing me. Thank you, Holy Ghost. ഈ വെളിപ്പാട് പുസ്തകം ഞാൻ ഒറ്റ വേർഡ് പറയുന്നു, നിങ്ങളുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആകാൻ പോകുന്നു. I receive it. What is the reason? Because of light. Amen.
ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ ഭൂമി മനോഹരമാകാൻ ദൈവം ആദ്യം എന്തോ കൊണ്ടുവന്നേ? അതുകൊണ്ടാണ് മനുഷ്യ ജീവിതം മനോഹരമാകാൻ, തകർന്ന മനുഷ്യകുലം വിടുവിക്കപ്പെടാൻ തന്റെ പുത്രനെ ഈ ഭൂമിയിൽ ഒരു വെളിച്ചമായി അയച്ചു. ഇൻ ദ ബിഗിനിങ്, കർത്താവിദാസൻ കണ്ണൻ ബ്രദർ ഇവിടിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ വരുന്നു, അവിടെ കാണുന്ന ഒരു വേർഡുണ്ട്, ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ്, എല്ലാത്തിന്റെയും തുടക്കം, എല്ലാം ദൈവം തുടങ്ങുന്നത് വെളിച്ചത്തെ കൊണ്ടുവന്നിട്ട്. ശരിക്കും എന്റെയും നിങ്ങളുടെയും ജീവിതം യഥാർത്ഥ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തുടങ്ങിയത്, സന്തോഷം എന്തുവാന്ന് അറിഞ്ഞത്, സമാധാനം എന്തുവാന്ന് അറിഞ്ഞത്, വിടുതൽ എന്തുവാന്ന് അറിഞ്ഞത്, രക്ഷ എന്തുവാന്ന് അറിഞ്ഞത്, സ്വസ്ഥത എന്തുവാന്ന് അറിഞ്ഞത് ഈ വെളിച്ചമാകുന്ന കർത്താവ് ജീവിതത്തിൽ വന്നതുകൊണ്ടല്ലേ? മോനെ, നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ ഭവനവും നിനക്ക് വേണ്ടി ഒരുക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ചേർത്തല ഭാഗം കാണുകയാണ്. ചേർത്തല ഭാഗം കാണുകയാണ്. എവിടുന്നാ വരുന്നേ? ചേർത്തല. ആദ്യമാണ്, ആദ്യം വരികയാണ്. നമ്മൾ പരിചയമൊന്നുമില്ലല്ലോ. പരിചയമില്ല. I want to talk to you. ഇന്ന് പരിശുദ്ധാത്മാവിനെ നിന്നിൽ ചിലത് സെറ്റിൽ ചെയ്യാനോ? താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഞാൻ ഇവിടെ രണ്ടിനാലും ഞരങ്ങുവാണ്. എനിക്ക് ഈ വേർഡ് ഇങ്ങനെ കത്തി വരുന്നത് എനിക്കറിയാം. മറുഭാഗത്ത് ഒത്തിരി ഇരുട്ടിന്ന് ഇവിടുന്ന് പോകാനുണ്ട്. എങ്ങനെയാ ഇരുട്ട് മാറും? ഇരുട്ട് മാറുമ്പോൾ ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ ആ വാക്യം വായിച്ചാലേ മനസ്സിലാവും. വെളിപ്പാട് 21. വെളിപ്പാട് 21. ഇന്ന് നിങ്ങളെല്ലാം നേരത്തെ വിട്ടേക്കാം കേട്ടോ. വെളിപ്പാട് 21, 23, 24, 25. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഇതേത് നഗരമാണ്? ഇത് കൊച്ചി സിറ്റി ആണോ? ഹെവൻ, ന്യൂ ജെറുസലേം, പുതിയ നഗരമായ ജെറുസലേം. ഇതാ ഞാൻ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും കണ്ടു. ആ സ്വർഗത്തെക്കുറിച്ച്, ഹെവനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ആ നഗരത്തിൽ, ഹെവനിൽ പ്രകാശിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കായിരുന്നു. നരകം, യേശു കർത്താവ് നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. നരകം ഇരുട്ടാണ്, അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. യെശയ്യാവ് പറയുന്നുണ്ട്, അവിടെ പുഴുക്കൾ നിനക്ക് കീഴെ പുതപ്പായിരിക്കും, അവിടെ കൃമികൾ ഉണ്ട്, തീയും ഗന്ധകവും ഉണ്ട്. നരകം ഇരുട്ടായി, സ്വർഗം പ്രകാശമായി. ഇനി എല്ലാവരും എന്നെ ഒന്ന് തല ഉയർത്തി നോക്കിയാൽ ഒറ്റ വീട് പറയാം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട്, ഞാൻ ഈ പറയുന്ന വെളിപ്പാടുകളൊന്നും ചില റെവലേഷൻസ് പഠിപ്പിക്കുമ്പോൾ പറയുമ്പോൾ അകത്തിരിക്കുന്ന പലരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ചില പിള്ളേർ ഇത് കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ട്, കറക്റ്റ് ആ പിള്ളേർ എത്ര അത് ആര് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞാൻ പറയുന്ന മെസ്സേജുകൾക്കകത്ത് ഏറ്റവും കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കണ്ട് കുത്തിയിരുന്ന് കേട്ട് ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നേ രക്ഷപ്പെട്ടതിനായിരുന്നു ഓർത്തു നോക്കി. അറിയില്ല, നരകം ഇരുട്ടായതിന്റെ കാരണം നരകത്തിൽ യേശു ആബ്സെന്റ് ആണ്. സ്വർഗം വെളിച്ചമായതിന്റെ കാരണം യേശു സ്വർഗത്തിൽ പ്രസന്റ് ആണ്. ജീവിതം നരകമായി പോകുന്നതിന്റെ കാരണം യേശു നിന്റെ ജീവിതത്തിൽ ആബ്സെന്റ് ആണ്. നിന്റെ ജീവിതം സ്വർഗമാകുന്നതിന്റെ കാരണം യേശു നിന്റെ ലൈഫിൽ പ്രസന്റ് ആകുന്നു. ജീവിതം ഇരുട്ടായി പോയതിന്റെ കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ്. നിന്റെ ജീവിതം ഷൈൻ ചെയ്യുന്നതിന്റെ, ബ്രൈറ്റ് ആയതിന്റെ, വെളിച്ചമായതിന്റെ കാരണം യേശുവിന്റെ പ്രസൻസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആ നഗരത്തിൽ പ്രകാശിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. The glory of God. Who is the glory of God?
The Lamb of God. കുഞ്ഞാട് അതിന്റെ വിളക്കായിരുന്നു. You know that song, കുഞ്ഞാട് അതിൽ വിളക്കാണ്, ഇരുട്ട് ഒരു ലേശവും അവിടെയില്ല. You know that song? Wait, I'm not sharing that song. അവർക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുക. അവർ ചിന്തിച്ച് പാടണം. Are you with me? Yes. കുഞ്ഞാട് അവിടെ വിളക്കാണ്. നരകത്തിലെ ഇരുട്ട്. ഞാൻ നിങ്ങളൊക്കെ പല കാര്യങ്ങളിലും സന്തോഷമായിട്ടിരിക്കുമ്പം നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഒരിക്കലും നമുക്ക് ദൈവം ചെയ്ത നന്മകളും നമ്മളെ എവിടെ ഇരുത്തിയേക്കുന്നത്, നമ്മളെ ദൈവം എങ്ങനെ മാനിച്ചേ, ഇതൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ഈ മറിയം യേശു കർത്താവിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ, മറിയയും ജോസഫും കൂടെ യേശുവിനെ സമർപ്പിക്കാൻ ദേവാലയത്തിൽ പോയി. പക്ഷെ എന്തുണ്ടായിരുന്നു മേരിയുടെ ജോസഫിന്റെ കയ്യിൽ? എന്തായിരുന്നു യാഗമർപ്പിക്കാൻ ഉണ്ടായിരുന്നേ? 2 ഇണപ്രാവിന്റെ പ്രാവും കുഞ്ഞുങ്ങൾ. അറിവിത്മേ, ജോസഫിന്റെ കൈക്കകത്ത് 2 കുഞ്ഞു പ്രാവിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. മറിയയുടെ തോളത്താരുണ്ടായിരുന്നു? ഇതാ ഞാൻ പ്രസംഗിക്ക് ശ്രദ്ധിക്കണം. ചുമ്മാ അങ്ങ് പാടുക, ചുമ്മാ അങ്ങനെ ആകരുത്. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? തോളത്താര് കിടപ്പുണ്ട്? യേശു കിടപ്പുണ്ട്. ഇവരെങ്ങോട്ടാ കയറി പോന്നേ? യെരൂശലേം ദേവാലയത്തിലേക്കാണ് കയറി പോകുന്നത്. ശരിക്കും ഒരു അമ്മയുടെ മനസ്സ് നിങ്ങൾക്കറിയാം. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്, കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്നാലും യേശുവിനെ പ്രസവിച്ചാരാ? മറിയം. ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചുവെങ്കിലും മറിയയുടെ ഗർഭപാത്രത്തിൽ കിടന്നു വളർന്ന് മറിയമാണ് യേശുവിനെ പ്രസവിച്ചത്. അമ്മമാർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവർക്ക് എപ്പോഴും ആ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഇന്നത്തെ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരു റിയൽ മദറിന്, ഒരു യഥാർത്ഥ അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്നേഹമുള്ള നല്ലൊരു അമ്മയ്ക്ക് ഒരു കൺസേൺ കാണും. സാധാരണ നിലയിൽ ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ തലമുറകളെ ഓണർ ചെയ്യും. നിങ്ങളുടെ 2ാമത്തെ തലമുറയെ ദൈവം സ്പർശിക്കും. എനിക്ക് ഈ പബ്ലിക്കിൽ, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കാണുകയാണ്. പബ്ലിക്കിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ വിൽ ടോക്ക് ടു യു. ഒരു അമ്മയ്ക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ട്. മറിയം യേശുവിനെ കൊണ്ട് പോകുമ്പം സാധാരണ ഒരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴേ, ദാവീദ് രാജാവ് ശലോമോനെ സമർപ്പിച്ച സമയത്ത് കെദ്രോൺ എന്ന് പറഞ്ഞൊരു തോടുണ്ട്, ഈ ദേവാലയത്തിൻ്റെ പുറകിലൂടെ ഓടുന്നൊരു തോടുണ്ട്. ആ കെദ്രോൺ തോട് രക്തമായെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത്രയധികം കാളക്കിടാങ്ങളെയും ആടുകളെയും ആട്ടുകൊറ്റന്മാരെയാണ് രാജാവല്ലേ, രാജാവിൻ്റെ പുത്രനല്ലേ, സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ബ്ലഡ് ഒഴുകിയതാണ്. കാളക്കുട്ടി, ആട്ടിൻകുട്ടി, ഇങ്ങനെ ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ചാണ് ഡെഡിക്കേഷൻ നടക്കുന്നത്. പിടികിട്ടിയോ? വലിയ സമ്പന്നനാണെങ്കിൽ, വലിയ പൈസക്കാരനാണെങ്കിൽ, കാശൊക്കെ ഉണ്ടെങ്കിൽ 2 കാളക്കിടാവിനെയൊക്കെ കൊണ്ട് പള്ളിക്ക് കൊടുക്കാം, സമർപ്പിക്കാം, അല്ലെ ആട്ടിൻകുട്ടിയെ കൊടുക്കാം. ഈ ഒന്നും ഇല്ലാത്ത, വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത, വലിയൊരു സംവിധാനം ഇല്ലാത്ത ആളുകൾക്ക് കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പോകാം. അതിനകത്ത് വേറെ ആശയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. തിയോളജിക്കൽ പരമായ ആശയങ്ങളുണ്ട്. ജോസഫിന്റെ കയ്യിൽ സമ്പന്നന്മാരോട് കൂടെ നിൽക്കാനുള്ള കാളക്കുട്ടിയില്ല, ധനവാന്മാരോടൊപ്പം നിൽക്കാനുള്ള ആട്ടുകൊറ്റനെയില്ല. ശരിക്കും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാം, ഞങ്ങളുടെ കയ്യിൽ ഈ കുറുപ്രാവിൻ്റെ കുഞ്ഞല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ? ആ മറിയത്തിൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞില്ലേ, അതിൻ്റെ കുഞ്ഞിനാവെന്ന് അനക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ആ തോളിൽ കിടക്കുന്നത്. അറിയാവോ? ഒരു ഭാഗത്ത് നമ്മളിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നമ്മൾ തിരയുമ്പോൾ, മറുഭാഗത്ത് ആരുടെയും കയ്യിലില്ലാത്തൊരു സമ്പത്ത്,
ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു സമ്പത്ത് നിന്റെ കയ്യിലുണ്ട് എന്ന സത്യത്തെ നീ വിസ്മരിച്ചു കളയരുത്. എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, ക്രിസ്തുവാകുന്ന വെളിച്ചം എന്നിലേക്കും നിങ്ങളിലേക്കും വന്നതിനാൽ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. ആ കിങ്ഡം ഓഫ് ഗോഡ്, ആ രാജ്യം ഇവിടെയാണ്. എന്നാൽ ഈ രാജ്യത്തിൽ ദൈവം ഇന്ന് ആക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിൽ എത്തിക്കുവാനാണ്. ദാറ്റ്സ് എ കിങ്ഡം ഓഫ് ഹെവൻ. അത് സ്വർഗരാജ്യമാണ്. ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നോട്ട് ബോത്ത് ആർ സെയിം. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഡിഫറെന്റ് ആണ്. യേശു കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എപ്പോഴാണ് യേശു അത് പറഞ്ഞത്? ഭൂതങ്ങൾ പുറത്തായപ്പോൾ, വിടുതലുകൾ നടന്നപ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഈ കൂട്ടത്തിൽ ജീവിതത്തിൽ ആരെങ്കിലും, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാത്തവരുണ്ടെങ്കിൽ, പൂർണ്ണമായും ഈ പകലിൽ ആ വെളിച്ചമാകുന്ന കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എല്ലാ കണ്ണുകളും പറയണം, പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഈ കൂട്ടത്തോട് ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, വെളിച്ചം വന്നാൽ ഇരുട്ട് മാറിപ്പോകും. ഇരുട്ടിനോട് പോകാൻ പറയണ്ട, പോകും. അതാണ് യേശു പറഞ്ഞത്, വെളിച്ചം ഇരുളിനെ കീഴടക്കുന്നു, ഇരുട്ട് വെളിച്ചത്തെ ജയിക്കത്തില്ല. Thank you, Lord Jesus. നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ എൻ്റെ അന്ധകാരം പ്രകാശമാകും. അപ്പോൾ ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, ഈ മതിലുകൾ ഞാൻ ചാടിക്കടക്കും. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഇന്ന് വരെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ച വ്യക്തിയല്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ഞാൻ യേശുവിനായി തരുന്നു. അപ്പോൾ തന്നെ സെയിം ടൈം നിങ്ങളെ ജാതികൾക്ക്, ലോകത്തിന് ഒരു പ്രകാശമാക്കി കർത്താവ് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ജാതികൾക്ക്, ലോകത്തിന് നിങ്ങളെ ഒരു പ്രകാശമാക്കി കർത്താവ് വെച്ചിരിക്കുകയാണ്. യു ആർ ദ ലൈറ്റ്. എന്റെ ഹൃദയത്തിൽ കർത്താവ് പറയുന്നു, ഒത്തിരി പേരിന്ന് അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇരുട്ട് പോകണം, ഇരുട്ട് മാറിപ്പോണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ കുറിച്ച് ശാസിക്കുമ്പോൾ വെളിച്ചത്തെ കുറിച്ച് ബോധം വരും. അതാണ് എഫേസ്യർ 5:8 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിക്കുവീൻ. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണം. എല്ലാ പാരമ്പര്യത്തിന്റെ ഇരുട്ടുകളെയും വിട്ട്, എന്റെ ബുദ്ധിയിലും എന്റെ ചിന്തയിലും ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന എന്റേതെന്ന് പറയുന്ന പല ഇരുട്ടുകളെയും വിട്ട് കംപ്ലീറ്റ്ലി, പൂർണ്ണമായി ഇതിൽ സ്നാനപ്പെടാത്തവർ, ഇന്നുവരെ യേശു കർത്താവിന്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, സ്നാനം മതത്തിൽ ചേരാനല്ല, സ്നാനം മതം മാറാനല്ല, സ്നാനം യേശുവിന്റെ കൽപ്പനയാണ്, രക്ഷ യേശുവിന്റെ കൽപ്പനയാണ്. അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്ന ഇത്, ഞാൻ എപ്പോഴും പറയുന്നത്, ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്, ഇത് രക്ഷയുടെ മാർഗമാണ്, ഇത് സത്യത്തിന്റെ മാർഗമാണ്. ആ വെളിച്ചത്തിലേക്ക് തിരിയുക. ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും സെപ്പറേറ്റ് ചെയ്തത്. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രി എന്നും പേര് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ